രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരടിമയുടെ അനവധി പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു മാസത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഇബാദത്തുകളും കർമ്മങ്ങളും എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണോ എന്നാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താൻ വേണ്ടിയോ അല്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. മറിച്ച് ഒരേ ഒരു ലക്ഷ്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ടുപോകും. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച രീതി, ഇത് ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും മാറ്റാനോ തിരുത്താനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില പണ്ഡിതന്മാർ അവരുടെ കാവ്യങ്ങളിലൂടെ വളരെ മനോഹരമായി നമ്മുടെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. അവര് രേഖപ്പെടുത്തിയ ഒരു കവിതയിൽ കാണാം, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാഖിയ വന്നാസു ഹൗലക യദ്ഹഖൂന സൂറാ ഫഖൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെയൊക്കെ നിങ്ങളെ ഉമ്മ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായി അല്ലേ? ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രിയൊക്കെ അങ്ങോട്ട് മൂകമാണ്. ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ അങ്ങനെ വെപ്രാളപ്പെടും. പുറത്ത് കാത്തു നിൽക്കുന്ന കുടുംബക്കാരോട് ചില ഡോക്ടർമാർ പറയും, ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുട്ടി മിണ്ടുന്നില്ല. നിമിഷ നേരം കൊണ്ട് കുട്ടി ആർത്ത് കരയുമ്പോ എല്ലാവരും മുഖത്തും വല്ലാത്തൊരു സമാധാന സന്തോഷ. അതാണ് പറയുന്നത്, വന്നാസു ഹൗലക യദ്ഹഖൂന സൂറാ. നീ കരഞ്ഞുകൊണ്ട് ജനിച്ച അന്ന് നിന്റെ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ നിന്റെ കുടുംബക്കാരൊക്കെ. നമ്മളെയൊക്കെ സങ്കടവും കണ്ണീരും കണ്ട് കുടുംബക്കാരൊന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജനിച്ച അന്നാണ്. എങ്കിൽ നീ തുറന്ന നിന്റെ കണ്ണുകൾ മറ്റൊരാൾ അടയ്ക്കുന്ന ഒരു ദിനം വരും. നിന്റെ തുറന്നുപോയ വായ മറ്റൊരാൾ കൂട്ടിക്കെട്ടുന്ന ഒരു ദിനം വരും. നീ ഒറ്റക്ക് കുളിച്ച നിന്റെ കുളിക്ക് പകരം 5-6 ആളുകൾ നിന്നെ കുളിപ്പിക്കുന്ന ഒരു ദിനം വരും. നീ ധരിച്ച നിന്റെ വസ്ത്രത്തിന്റെ കുടുക്കുകൾ പോലും മറ്റൊരാൾ അയക്കുന്ന ഒരു ദിനം വരും. നിന്നെ മറ്റൊരാൾ വിസർജിപ്പിക്കുന്ന ഒരു ദിനം വരും. അന്ന് നിനക്ക് ഏറ്റവും മനസ്സമാധാനത്തോടെ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങണമെങ്കിൽ നിന്റെ ചുറ്റുള്ള കുടുംബക്കാരൊക്കെ നിന്നെ ഓർത്ത് കരയുമ്പോ അവർക്ക് നടുവിൽ പുഞ്ചിരിച്ചനക്ക് എന്റെ പടച്ചോന്റെ അടുത്തേക്ക് പോണേ, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണം. ഈ ദുനിയാവിലെ പേരും പെരുമയും പത്രാസും പൈസയും സ്റ്റാറ്റസും പദവിയും ഒക്കെ മണ്ണിൽ വെക്കുന്നത് വരെയുള്ളൂ. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി മരണപ്പെട്ടു റമദാനിന്റെ ഒരാഴ്ച മുൻപ്. ആ ഗ്രാൻഡ് മുഫ്തിയെ ലോകത്തുള്ള ഹറമിന്റെ ഇമാമിയങ്ങൾ കൊണ്ടുപോയി അടക്കിയത് 6 അടി മണ്ണിലാണ്. ഇനി നമ്മുടെ റോഡ് സൈഡിൽ കപ്പലണ്ടി വെക്കുന്ന മൊയ്തീൻകുട്ടിക്ക മരിച്ചാലും കൊണ്ടുപോയി വെക്കുന്നത് 6 അടി മണ്ണിലാണ്. കറുത്തോനാണെങ്കിലും കൊളുത്തോനാണെങ്കിലും തറവാടുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഈ ദുനിയാവിൽ എന്തൊക്കെ പടച്ചോൻ തരാത്തോനാണെങ്കിലും തന്നോനാണെങ്കിലും ഒക്കെ എല്ലാവരും അവസാനം ചെന്ന് കിടക്കുന്നത് പടച്ചോന്റെ 6 അടി മണ്ണിലാണ്. ആ മണ്ണിലേക്കുള്ള യാത്ര പടച്ചോൻ ഓരോ കോലത്തിലും ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ കേട്ടല്ലോ, 4 മക്കളെ കൂടെ ഇശാ ജമാഅത്തായിട്ട് നിസ്കരിച്ച ഒരു വാപ്പന്റെ 4 ആൺമക്കള് സുബഹി ജമാഅത്തിന്റെ മുൻപ് പടച്ചോന്റെ അടുത്ത് 4 ആൺകുട്ടികളെ അമ്മ കൊണ്ടുപോയി.
ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂര് വിമാനത്താവളത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് അറിഞ്ഞെന്ന് എനിക്കറിയില്ല. 5 കൊല്ലം മുൻപ് ഒരു സാധു ചെറുപ്പക്കാരൻ പാപ്പാന്റെ പേരിലുള്ള കടവും വീടൊന്ന് നന്നാക്കണം എന്നുള്ള സ്വപ്നവും പേറി ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കി കിട്ടിയ പൈസ കൊണ്ട് ഒരു വിസൈ സംഘടിപ്പിച്ചിട്ട് ഗൾഫിലെത്തി. ഈ 5 കൊല്ലത്തിനിടക്കം പാപ്പാന്റെ പേരിലുള്ള കടത്തിന്റെ പകുതിയിലധികം വീട്ടി. ചെറിയ വീടൊന്നും പൊളിച്ചിട്ട് ഒരു ചെറിയ തറയുണ്ട്. റമദാനിന്റെ 1.5 മാസം മുൻപ് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുമ്പോ കൂട്ടുകാർ പറഞ്ഞു, വാപ്പനെയും ഇമ്മനെയും പെണ്ണുങ്ങളെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വാ. 5 മണിയാകുമ്പോഴേക്കും എയർപോർട്ടിന്റെ മുന്നിൽ വിമാനം ലാൻഡ് ചെയ്തപ്പോ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിനോട് ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയോ? എത്തിയെന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് എന്നും പറഞ്ഞ് പിന്നിലേക്ക് ചാരിക്കടന്നു. മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള 148 യാത്രക്കാരും പുറത്തേക്ക് വരും. എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ ഓരോ ആളുകളും പെട്ടിയൊട്ടി പുറത്തേക്ക് വരുമ്പോൾ ആ പുറത്ത് ഈ കുടുംബം കാത്തിക്കുന്നുണ്ട്. 5 കൊല്ലം കഴിഞ്ഞിട്ട് മോനെ കാണാൻ വൃദ്ധരായ ഒരു വാപ്പയുമായി പുറത്തിട്ട്, പിയാപ്പനെ കാണാൻ ഒരു സാധു പെൺകുട്ടിയിട്ട്, സ്വന്തം വാപ്പാനെ കാണാൻ, വാപ്പാന്റെ പെട്ടി കാണാൻ പുഞ്ചിരിച്ചിട്ടും സന്തോഷിച്ചിട്ടും കമ്പി പിടിച്ചാടുന്ന 2 പെൺകുട്ടികളുണ്ട്. പക്ഷെ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ ഒരുവിധം എല്ലാവരും പുറത്തേക്ക് പോയിട്ടും സ്വന്തം മകൻ ആ കൂട്ടത്ത് കാണാതായപ്പോ ആ കുടുംബം കരയാൻ തുടങ്ങി. അവിടെയുള്ള ഡ്രൈവർമാരൊക്കെ കാര്യം അന്വേഷിച്ചു, എയർപോർട്ടിലെ അധികൃതരുമായിട്ട് സംസാരിച്ചു. ഉദ്യോഗസ്ഥന്മാര് 2 ആള് വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, നമുക്കൊന്ന് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി വരെ ഒന്ന് പോകണം. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ ICUവിന്റെ മുൻപിൽ ഒരു സ്ട്രെച്ചറിൽ ജീൻസും കള്ളി ഷർട്ടും ഇട്ട് ഒരു വെള്ളത്തുണി മുഖത്തേക്ക് മറച്ചിട്ട ഒരു ശരീരത്തിൽ നിന്നും ആ തുണി മാറ്റിയിട്ട് ഡോക്ടർമാര് ചോദിച്ചു, ഇതാണോ മോൻ? നിമിഷ നേരം കൊണ്ട് ആ മകനെ വാരിപ്പിടിച്ച് വാപ്പ ചോദിച്ച ചോദ്യം ഇന്നും ഡ്രൈവർമാര് കണ്ണീരോടെ പറയും, എന്തിനാ പടച്ചോനെങ്കിന്റെ മോനെ കൊണ്ടുവരുന്നത്? എന്തിനാ പടച്ചോനെങ്കിന്റെ മോനെ കൊണ്ടുവരുന്നത്? ഞാനല്ലേ റബ്ബെ ഒരു ഗുണമില്ലാണ്ട് ജീവിക്കുന്നത്? ഗുളികമ്പൽ ഓനെ ദുരിതപ്പെടുത്തി ജീവിക്കുന്ന ഞാനല്ലേ? എനിക്ക് ഇനിയും ഓടയോ കൊണ്ടുപോയാൽ പോരായിരുന്നു. എന്തിനാ ഈ സാധു പെൺകുട്ടീനെങ്കിൽ വിധവയാക്കിയത്? എന്തിനാ പടച്ചോനെങ്കിൽ മക്കളെ എത്തി മക്കളാക്കിയത് എന്നൊരു വാപ്പ ഹൃദയം പൊട്ടി കരയുന്ന കരച്ചിലിന്റെ പിന്നിൽ എവിടെയോ നിങ്ങളെയൊക്കെ പടച്ചു കൊണ്ടു. നമ്മളിൽ എത്ര പേർക്ക് സ്വന്തം മക്കളെ കൈ പിടിച്ചെടുക്കാൻ ഭാഗ്യമുണ്ടാവും? അള്ളാഹ്ക്കേ അറിയില്ല. നമ്മളിൽ എത്ര പേർക്ക് മനസ്സമാധാനത്തോടെ ഭാര്യന്റെ മക്കളിൽ കൂടെ ജീവിക്കാൻ ഇനി സമയം ഉണ്ടാകും? അള്ളാഹ്ക്കേ അറിയൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മരിക്കും. ജനിച്ചത് ഉറപ്പാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പടച്ചോന്റെ അടുത്തേക്ക് ഒരു യാത്ര നിർബന്ധം. ആ യാത്ര അല്ലാഹുവിന്റെ അരികിലേക്ക് എത്തണമെങ്കിൽ, നാഥന്റെ മുൻപിൽ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട റബ്ബിന് ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജീവിതത്തിന്റെ ഉടമയായി നമ്മൾ മാറണമെങ്കിൽ, പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതത്തോടെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റണം. അങ്ങനെ തിരിച്ചു പോകാൻ നമ്മുടെ ജീവിതത്തിൽ 5 ക്വാളിറ്റികൾ ഉണ്ടാവും. ഈ 5 കാര്യങ്ങളെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, ഏറ്റവും സമാധാനത്തോടെ നമുക്ക് പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. നാളെ അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കുടുംബാംഗങ്ങളും ആ മയ്യത്തിനെ തൊട്ട് കണ്ണീരും സങ്കടപ്പെടേണ്ട. കാരണം ഈ 5 യോഗ്യതകൾ ഉണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും സുരക്ഷിതനായിരിക്കും. മദീന പള്ളിയിൽ നിന്ന് സ്വഹാബത്ത് ഹൃദയം പൊട്ടി പ്രവാചകനോട് ചോദിച്ചു, നബിയേ, ഏതാണ് ആ 5 കാര്യങ്ങൾ? അതിൽ ഒന്നാമത്തത് ഇത്തഖിൽ മഹാരിമ ഫതകുൻ അഅബദന്നാസ്. നിങ്ങളിൽ ഏറ്റവും നല്ലൊരു അടിമയാണ്, നല്ലൊരു ഇബാദത്ത് ചെയ്യുന്നവനാണ് പടച്ചോൻ ഒരു അടിമയെ തൊട്ട് മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? 5 വക്തും പള്ളിയിൽ വരുന്നു, നോമ്പ് വെക്കുന്നു, ഖുർആൻ ഓതുന്നു, ഇടയ്ക്ക് സദഖ കൊടുക്കുന്നു, അള്ളാന്റെ ഹറമിലൊക്കെ പോയി വരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിനെ കണ്ടാൽ നമ്മുടെ നാട്ടിൽ എന്താ പറയാ? നല്ല ദീനാട്ടോ. എല്ലാ വക്തിനും പുതിയ കടവ് പള്ളിയിലുണ്ടാവും. നോമ്പിന് 30 ദിവസവും പള്ളിയിലുണ്ട്. കാണുന്ന സമയത്തൊക്കെ അയാൾ ഖുർആൻ ഓതുന്നത്. വെള്ളിയാഴ്ച നേരത്തെത്തും, പള്ളിയിൽ എല്ലാ കാര്യം ചെയ്യും, പള്ളി വൃത്തിയാക്കും. നല്ലൊരു മനുഷ്യൻ. നമ്മുടെ കണ്ണിൽ ഒരാൾ നല്ലോനാവുന്നത് അങ്ങനെയാണ്. എന്നാൽ റബ്ബ് പറഞ്ഞു, അല്ലാഹു ഒരു മനുഷ്യനെ ഏറ്റവും നല്ലവനായി കണക്കാക്കുന്നത്, റബ്ബ് ഒരു അടിമക്ക് വിലയിടുന്നത്, അവൻ നല്ലൊരു ഇബാദത്തുകാരനാണ് എന്ന് പടച്ചോൻ ഒരാളെ വിലയിരുത്തുന്നത്. ഇതൊക്കെ ഈ മഹാരിമാര് ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ കഴുത്ത് മുറിച്ചു കൊടുക്കേണ്ടി വന്നാലും ആ ഹറാമം ചെയ്യും. ആ മനസ്സനക്കുണ്ടെങ്കിൽ
നീ ജനങ്ങളിൽ അള്ളാഹ് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി. ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരു യാത്രക്കിടയിൽ ശത്രുവായ ക്രിസ്ത്യൻ ഭരണാധികാരി പിടികൂടി. ഹബ്ബാബിനെ ഒരു മരത്ത് പിടിച്ച് കെട്ടിയിട്ടു. ഹബ്ബാബിന്റെ കൂട്ടുകാരായ ആളുകളെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് പച്ചക്ക് വെട്ടിക്കൊല്ലാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഹബ്ബാബെ, എന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ പ്രവാചകനെ പറ്റി താങ്കളൊന്ന് സ്വന്തം പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തും, നിങ്ങളെ ഞങ്ങൾ കൊല്ലൂല. ഹബ്ബാബ് പുച്ഛത്തോടെ പറഞ്ഞു, എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു രോമം, ആ രോമത്തിൽ തൊടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹബ്ബാബിന്റെ കൺമുന്നിൽ വെച്ച് ഹബ്ബാബിന്റെ കൂട്ടുകാരെ വറച്ചട്ടിയിട്ടു, തണച്ച എണ്ണയിലിട്ട് കൊന്നു. ഹബ്ബാബിന്റെ മനസ്സ് പതറിയില്ല. അവസാനം ദേഷ്യം പിടിച്ച ഭരണാധികാരി ഹബ്ബാബിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, ഹബ്ബാബെ, അല്ലാഹുവിന്റെ എന്റെ മാർഗം വേണ്ട, എനിക്കെന്റെ റബ്ബിന്റെ വഴി വേണ്ട എന്ന് താങ്കൾ പറഞ്ഞാൽ താങ്കളെ ഞങ്ങൾ രക്ഷപ്പെടുത്തും, നല്ലൊരു പെണ്ണിനെ കെട്ടിച്ചിരും, ഞങ്ങൾ അധികാരത്തിന്റെ ഒരു ഭാഗം താങ്കൾക്ക് തരും. പറയാൻ തയ്യാറാണ്. ഹബ്ബാബ് പുച്ഛത്തോടെ പറഞ്ഞു, എന്റെ പ്രവാചകനേക്കാൾ, എന്റെ റബ്ബിനേക്കാൾ ഈ ലോകത്ത് ഞാൻ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല. കൺമുന്നിൽ വെച്ച് ഹബ്ബാബിനെ കുരിശിലേക്ക് കൊല്ലാൻ രണ്ട് കാലുകളിലും ആടി അവർ തറച്ചു. ആ സമയത്ത് ഹബ്ബാബിന്റെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ അവര് ചോദിച്ചു, ഹബ്ബാബെ, മാറ്റേണ്ട മനസ്സിന് എന്താ ഉദ്ദേശം? ഹബ്ബാബ് പറഞ്ഞു, രണ്ട് റക്അത്ത് നിസ്കരിക്കണം. ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ വെച്ച് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന ഹബ്ബാബിനോട് ഭരണാധികാരി ചോദിച്ചു, ഹബ്ബാബ്, ഇതെന്ത് നിസ്കാരം ഇത്ര പെട്ടെന്ന് നിസ്കരിക്കുക? ഉച്ചത്തോടെ ഹബ്ബാബ് റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, എന്റെ നമസ്കാരം ഞാൻ വേഗം അവസാനിപ്പിച്ചത് ഞാൻ ഒരു പക്ഷേ സമയമെടുത്ത് നമസ്കരിച്ചാൽ നീ പറയും ഭരണാധികാരി ഹബ്ബാബ് മരണത്തെ പേടിച്ചിട്ടാ നിസ്കാരം വൈകിയത്. അത് പറയാതിരിക്കാൻ ഞാൻ എന്റെ റബ്ബിനോട് എന്റെ ഹൃദയത്തിന്റെ വേദന പറഞ്ഞ നിസ്കാരം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചതാണ്. ദേഷ്യം പിടിച്ച ഭരണാധികാരി ഹബ്ബാബിനെ രണ്ട് കഷണങ്ങളാക്കി വെട്ടിക്കൊന്നു. ഇത്തരം മഹാരി ഒരു കാര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതാണോ, കഴുത്ത് മുറിച്ചു കൊടുക്കേണ്ടി വന്നാലും അത് ചെയ്യുന്നു. പക്ഷെ ഇന്നത്തെ നമ്മളിൽ പലരെയും സ്വഭാവം, അള്ളാഹ് ഹറാമാണെന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യും, പടച്ചോ ഹലാലാന്ന് പറഞ്ഞതൊന്നും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് അള്ളാഹ് പലിശ നിഷിദ്ധാന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോഴും പലിശയിൽ ഇടപെടുന്നവര്, അബദ്ധം കൊണ്ട് പെട്ടുപോയവരാണെങ്കിൽ പടച്ചോനോട് ദ്വാരിക്കേണ്ടതെന്താ, റബ്ബേ, ഞാൻ ആ ലോണിൽ പെട്ടുപോയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും നിന്റെ രക്ഷപ്പെടാനുള്ള ഒരു വഴി കാണിച്ചതാ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മനുഷ്യന്മാരെന്താ ചിന്തിക്കാൻ അറിയാം, എവിടുന്നെങ്കിലും ഒരു കുഴി വിളിച്ച് വെച്ചിട്ട് വേണം അത് അപ്പ എന്ത് എടുത്തിട്ട് പ്രോപ്പർട്ടിക്ക് കൊടുക്കണം, അല്ല അത് അവിടെ എടുത്തിട്ട് വേണം വേണം ഉണ്ടാക്കാൻ. പെണ്ണുങ്ങളെ പണ്ടൊന്ന് എടുത്തിട്ട് വേണം ഓളെ മൂത്തമ്മന്റെ പണ്ടൊന്ന് എടുത്തിട്ട്, എന്നിട്ട് മൂത്തമ്മന്റെ പണ്ടം വാങ്ങിയിട്ട് വേണം മറ്റേന്റെ കഥ കിട്ടാൻ. ഇങ്ങനെയാ മനുഷ്യൻ ചിന്തിക്കുക. ഒരു കാര്യം ഹറാമാണെന്ന് ഉറപ്പാ, അതിൽ കൂടെ ഒരു അംശം പോലും തിന്നരുത് എന്നുള്ളത് ഉറപ്പാ. എന്നാലും അറിഞ്ഞുകൊണ്ട് ഒരു ഹറാമം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഇബാദത്തിന്റെ ഗുണം അത് നഷ്ടപ്പെടുന്നു. 5 വക്ത് നിസ്കരിക്കുന്നവന് ആ തത്വം മനസ്സിൽ കിട്ടാത്തത് എന്താണെന്നറിയാം. നബി തങ്ങൾ പറഞ്ഞു, 5 വക്ത് നിസ്കരിക്കുന്നവൻ ദിവസം 5 നേരം ഒഴുകുന്ന പുഴയിൽ വൃത്തിയിൽ കുളിക്കുന്നവനെ പോലെയായിരിക്കും. അവന്റെ മനസ്സിൽ ഒരു കള്ളത്തിലും ഉണ്ടാവില്ല, ഒരു കാപട്യം ഉണ്ടാവില്ല. പക്ഷെ 5 വക്ത് നിസ്കരിക്കുന്നവന്റെ മനസ്സ് നന്നാതില്ലെങ്കിൽ ഒരൊറ്റ കാരണേ ഉള്ളൂ, ഓൻ നിസ്കരിച്ചതിന്റെ ക്വാളിറ്റി ഓൻ ചെയ്ത തിന്മയോട് പടച്ചം കളഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൂടി നോക്കിയാൽ ആട് നല്ല നിസ്കാരമൊക്കെയാണ്, നോമ്പൊക്കെയാണ്, പക്ഷെ കുടുംബക്കാരായിട്ട് ഭയങ്കര പണക്കാരി. എത്ര മനുഷ്യന്മാരായി ഇപ്പൊ പിണങ്ങി നടക്കുന്നത് അറിയുന്നത്? ഏത് സെക്കൻഡും പടച്ചോന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ആയുസ് വേണ്ടി ജീവിക്കുന്നവരാ ഞാനും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ. ഈ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ വാപ്പന്റെ പേരെന്താന്ന് വെച്ചാൽ ഓനറിയാം, വാപ്പന്റെ പേരെന്താന്ന് വെച്ചാൽ ഓനറിയാം. ഉദാഹരണം, എന്നോട് ഒരാൾ ചോദിക്കാം, എന്റെ വാപ്പന്റെ പേര് അബ്ദുറഹിമാൻ, വാപ്പന്റെ പേര് പോക്കുട്ടി സാഹിബ്, പോക്കുട്ടി സാഹിബ് എന്ന വല്യാപ്പന്റെ വാപ്പന്റെ പേര് എനിക്കറിയില്ല. ഇതിൽ എത്ര ആളുകൾ അറിയാം വാപ്പന്റെ വാപ്പന്റെ പേര്, വല്യാപ്പാന്റെ പേര്? അതിന്റെ അർത്ഥം ഒരു 125 കൊല്ലം മുൻപ് ജീവിച്ച വല്യാപ്പന്റെ വാപ്പനെ പറ്റി ഒരു വിവരവും ഒരു 125 കൊല്ലം മുൻപ് ജീവിച്ച മനുഷ്യന്മാരെ പറ്റി നമുക്ക് ആർക്കും ഒരു വിവരവുമില്ല. ഇനി ഒരു 125 കൊല്ലം താഴേക്ക് പോയത് വരില്ല, 2125 അന്നിന്റെ മോന് അബ്ദുള്ള, ഇന്നുള്ള മോനൊരു മോനുണ്ടായ ആ പേരക്കുട്ടിക്കും വിദ്യാപ്പാന്നുള്ള ഓർമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒറ്റമിന്റെയും ഓർമ്മ ഉണ്ടാവും. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരെ മനസ്സിലെ ഞാനും ഇവരെ എനിക്ക് നിങ്ങൾക്ക് മയ്യത്ത് സ്വീകരിക്കാൻ വരാനുണ്ട്, ഇവരെ എനിക്ക് നിങ്ങൾക്ക് പടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ,
പക്ഷെ നമ്മൾ പണങ്ങി നടക്കുന്നത് ആരോടാണ്? ഈ കാണുന്ന മനുഷ്യന്മാർ. നമ്മളെ നിസ്കരിക്കാൻ വരണ്ടേ, നമ്മക്ക് മയ്യത്തിന് അനുഭവിക്കണ്ടേ, നമ്മളെ കബറിലേക്ക് 3 പിടി മണ്ണിടണ്ടേ, നമ്മക്ക് തപ്പീത്ത് ചൊല്ലിത്തരണ്ടേ, നമ്മളെ ഈ കൺമുന്നിൽ കാണുന്നവരുടെ നമുക്ക് പണക്ക്. എത്ര ആളുകളാ മുഖത്തോട് മുഖം നോക്കാതെ ജീവിക്കുന്നത്? എത്ര പേരാ പണങ്ങി ജീവിക്കുന്നത്? മനസ്സിന്റെ ഈഗോ, പക, ഇതൊക്കെ കൊണ്ടുനടക്കുക. ആൾക്കാരൊക്കെ പറയും ഞാള് യോഗ്യൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പൊ പോക്ക് വരുമ്പോന്നില്ല, കുറച്ച് അയോഗ്യത, ഒരു ഫാഷനാണ്. പെങ്ങള് നാട്ടുകാരൊക്കെ വിളിച്ച് നോമ്പറ നടത്തി ആങ്ങളെയായ എന്നെ അവിടെ കണ്ടില്ലല്ലോ, കാണുന്ന ഒരു നല്ലൊരു നിക്കാഹ് നടത്തിയിട്ട് എന്നെ അവിടെ കണ്ടില്ലല്ലോ, ഈ വന്നു പോയതെങ്ങാനാ? എന്റെ ഒന്നുമില്ല, വാപ്പ മരിച്ചപ്പം വീതം വെച്ച സ്ഥലത്തിന്റെ പേരിൽ പോക്ക് വരവൊക്കെ നിന്നതാണ്. ഞാൻ അങ്ങോട്ട് പോയല്ല, ഒരാളും കൊണ്ടും കണ്ടില്ല. പെണ്ണുങ്ങൾ അതിൽ തിരിയുന്നുണ്ട്. ഇതാകുമ്പോ ഒരു ഫാഷന്റെ വർത്തനം. മനുഷ്യരെ കുടുംബം പിണങ്ങിയേക്കാൻ മരിച്ചുകൊണ്ടിരിക്കും. ഓരോറ്റ വാക്ക് പടച്ചോന്റെ അടുത്ത് സ്വീകരിക്കപ്പെടും. നിങ്ങൾ ഈ കിടക്കുന്ന പട്ടിണി പോലും വെറുതെ. ഞാൻ പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ നിബിതങ്ങൾ മെമ്പർ വന്ന് മുൻപിലിരിക്കുന്ന സ്വഭാവങ്ങളെ നോക്കി പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകും. പ്രവാചകന്റെ പള്ളി കയറി വന്ന് റസൂലിന്റെ പള്ളിക്കകത്ത് മൂത്രമൊഴിച്ച ആറാമിനോട് റസൂൽ മര്യാദ കരുമാറി. ആ മനുഷ്യൻ തൊടാൻ റസൂൽ മറ്റൊരാൾ സമ്മതിച്ചില്ല. ഉമർ വാടൂരി കൈത്തുവട്ടം എന്ന് പറഞ്ഞില്ല, തൊടരുന്നു പറയുന്നു. ഓ മൂത്രമൊഴിച്ചവനെ സുരക്ഷിതനായി പുറത്തുണ്ട ചാക്കിട്ട് നിബിതങ്ങൾ പറഞ്ഞു, പോയിക്കോ. എന്നെ ഒരു ആ നിബിതങ്ങൾ മദീനത്തെ പള്ളിയിലെ സഹാബത്തിന്റെ മുഖത്തൂക്കി പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഇറങ്ങി പോയിക്കോ. പടച്ചോന്റെ പള്ളിയിൽ ഒരു ആറാമിക്ക് കൊടുത്ത പരിഗണന പോലും ഞങ്ങൾക്ക് തരാതെ കുടുംബം മുറിച്ചവരോടൊക്കെ ഇറങ്ങിപ്പോകാൻ പറയാൻ എന്താ രീതിയെ കാരണം? കണ്ണിൽ ഞാൻ അറിയും. അരികിൽ നിൽക്കുന്ന ഇബ്നു മസ്ഊദ് എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടച്ചറപ്പിന്റെ തൃപ്തി ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും മറ്റൊരാളുടെ ആരോഗ്യം കൊണ്ടിട്ടുണ്ടെങ്കിൽ നാളെ പടച്ചോൻ അവനിരിക്കുന്ന സദസ്സിൽ അള്ളാന്റെ മനസ്സിന്റെ വർക്കത്താണ്. ഈ സദസ്സിൽ പടച്ചോൻ ഒരു വർക്കത്തിറങ്ങാൻ ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ പടച്ചോൻ പാവം കൊടുക്കുന്നുണ്ട്. നമ്മളെ എത്ര പേരിൽ അള്ളാഹു നന്മ എഴുതി കൊടുക്കുന്നുണ്ട്. അത് പടച്ചോൻ തടയും. ഈ കൂട്ടത്തിൽ കുടുംബബന്ധം കുറിച്ചിട്ട് ഇന്ന് വളരെ ലാഘവത്തിൽ ആൾക്കാർ കുടുംബം കുറിക്കും. അവസാനം മരിക്കുന്നവരെ നന്നാവും. ചിലർക്കൊക്കെ ജയിക്കാൻ പറയുന്നതാണെന്ന് അറിയുമോ? ഞാൻ മരിച്ചാൽ പോലും എന്റെ മയ്യ മോനെ കാണിക്കും, നീ കാണാൻ പരത്തണോ? ചില ആൾക്കാർ കുടുംബക്കാരോട് ആദ്യം പറയുന്നു. ചിലർ കൂടി നമ്മുടെ തീർന്നു. ഇനി ബാപ്പ അമ്മ ഏട്ടന് കാരണവര് പെങ്ങള് അടിയന് ബന്ധൊന്നും പറഞ്ഞു വരാം എന്നത് നമ്മുടെ തീർന്നു. നമ്മുടെ മുന്നിൽ എന്തായിരിക്കും ഇപ്പൊ പ്രശ്നം? അള്ളാന്റെ ദുനിയാവിന് വേണ്ടി, പടച്ചോന്റെ മണ്ണിന് വേണ്ടി ഞാനിപ്പോൾ ദുനിയാവിലേക്ക് ഒരു ബന്ധ മനുഷ്യരെ കൊണ്ടുവന്നു. ഇന്ന് എനിക്കും കിട്ടുന്നതൊക്കെ മുൻപ് പടച്ചോൻ ആർക്കും അനുഭവപ്പെടുത്തുന്നതാണ്. ഞാനിപ്പോ വീടുണ്ടാക്കിയത് ഒരു ചിറ്റന്നൂർ പറമ്പിലാണ്. ആ ചിറ്റന്നൂർ പറമ്പിന്റെ തറവാട്ടിൽ ഞാൻ ഉണ്ടാക്കിയ വീടിന്റെ ഭാഗത്തൊക്കെ പണ്ട് തറവാടുണ്ടായിരുന്നു. കാലഹരണപ്പെട്ട് ക്ഷയിച്ചു പോയപ്പോ അതൊരു കഷ്ണാക്കി വിറ്റപ്പോ ഒരു 8 സെന്റ് ഞാൻ വാങ്ങി. എന്റെ വീടുള്ള സ്ഥാനത്തേക്ക് പോലെ പണ്ടത്തെ തറവാട്ടുകാർ വന്നിട്ട് പറയും, നിങ്ങൾ ഇപ്പൊ വീട് വെച്ച ഭാഗത്തേക്ക് ബാപ്പാന്റെ കണ്ണോട്ട് വരാൻ. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് പടച്ചോന്റെ ദുനിയാവെല്ലാം കുറിച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്നല്ലാണ്ട് മരിച്ചോ ഒരു മനുഷ്യനും കുറച്ചൊരു കഷ്ണത്തിന് കൊണ്ടുപോയിട്ടില്ല. ഭാര്യന്റെയും ഉമ്മാന്റെയും പെങ്ങളെയും കൈതുമലും കാലുമലുള്ള സ്വർണം പോലും പടച്ചോൻ ഈ മണ്ണിൽ ഉണ്ടാക്കി തന്നത്. നിങ്ങളെ ഭാര്യ നിങ്ങൾ വാങ്ങിക്കൊടുത്ത സ്വർണം മുൻപ് വേറെ ആയിരുന്നു ആയിരുന്നു. അതോ കോഴിക്കോട് മലബാറിനെ കൊണ്ടുവച്ച് കൊടുത്തപ്പോ ഓരത് ഉരുക്കി പിന്നീടിട്ട് കട്ടയാക്കി വെച്ചു. നിങ്ങൾ പെണ്ണുങ്ങളെ കൂട്ടി പോയപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു വിട്ട ഡിസൈൻ ഓനത് ഡിസൈൻ ആക്കി തന്നു. നിങ്ങളെ പെണ്ണുങ്ങൾ മരിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യോടെ കഴുത്തിലുള്ളതും കാൽപ്പലുള്ളതും ഉപരിയിട്ട് ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുവച്ച് കൊടുത്തിട്ട് പറയും, ഒരാൾ ഉപയോഗിക്കേണ്ട, മരിച്ച പെണ്ണുങ്ങൾ ഉപയോഗിച്ചാണ്, നിങ്ങളെടുത്തൊന്ന് വിറ്റിട്ട് പൈസ നിലത്തേക്ക് ഓരത് ഉരുക്കി ചൂടാക്കി വാറവാക്കി വാറാക്കി കാത്തരി മണ്ണും കാത്തരി കുന്നും പടച്ചോന്റെ ദുനിയാവൊന്നും തോന്നുന്നില്ല. പകയാ മനുഷ്യൻ കുടുംബബന്ധം മുറിക്കാൻ പാടില്ല എന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും വാശിയും ദേഷ്യവും മനസ്സ് കൊണ്ട് കിടക്കുന്നവർ ചരിത്രം കൂടി. ഒരിക്കൽ മദീന മിമ്പറിൽ നിന്ന് ഒരു കുതുബ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുന്ന റസൂലിന്റെ എങ്കിലും ഒന്ന് സ്വഭാവത്തെ ചോദിച്ചിട്ട് നീ ഞങ്ങൾ കുറച്ച് ചോദ്യം ഞങ്ങൾ പറഞ്ഞ് ചോദിച്ചോ. ഒരു ചോദ്യം പ്രവാചകനെ, ഉമ്മാക്ക് നോമ്പ് കടം, ആ കടം വെച്ച് മരിച്ചോ എമ്മാന്റെ നോമ്പിന്റെ ബാധ്യത തീർക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രവാചകൻ മഞ്ചിരിയോടൊപ്പം ദിവ്യ കൊടുത്താൽ മതി, ഒരാളെ നോമ്പർപ്പിച്ചാൽ മതി. ഉടനെ മറ്റൊരു സാഹചര്യം, എന്റെ വാപ്പ നേർച്ച ചെയ്തു, പക്ഷെ നേർച്ച കൊടുക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് സാമ്പത്തികം അല്ലാണ്ടായി പോയി, അദ്ദേഹം പരാജയപ്പെട്ടു. ആ വാപ്പക്ക് നേർച്ചന്റെ കുറ്റം കിട്ടാണ്ടിരിക്കാൻ
വാപ്പന്റെ കബറിലേക്ക് ആ ശിക്ഷ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? നബിതങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ 10 സാധുവിന് വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ 10 സാധുവിന് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കാം. എന്നാൽ നേർച്ച വീട്ടാത്തവന്റെ കുറ്റം പടച്ചോൻ കടന്നു വരും. ഇത് കേട്ടപ്പോൾ ഒരു കൂട്ടര് വന്ന് ചോദിച്ചു, കുറെ ഞങ്ങളെ വാപ്പയും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ചിലര് അങ്ങോട്ട് പകരം കാണിച്ച് മരിച്ചോയോ, മരിക്കുന്നവരെ നന്നായിട്ടില്ല വാശി ഒറ്റെടുത്ത് ഞാൻ ഓറ്റത്തേക്കത്തിന് പോകണം, ഈ കിബിറായി നല്ല നിസ്കാരമോ പോകണ്ടായി. പക്ഷെ മരിക്കുന്നത് വരെ കുടുംബം നന്നായിട്ടില്ല. പണക്കോ പണം, കേസോ കേസ്, തെറിയോ തെറി. ഇതാണ് ഞങ്ങൾക്ക് ആ കുടുംബക്കാരുടെ സ്വഭാവം. ആ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബക്കാർക്ക് വാപ്പാർക്കും കവറി അപ്പാന്റെ ശിക്ഷ ഇറങ്ങാണ്ടിരിക്കാൻ, അവരെ നമസ്കാരവും നോമ്പുമൊക്കെ പടത്തോൻ അവർക്ക് എന്നെ കൊടുക്കാൻ ആ വാപ്പത്തോക്ക് ഞങ്ങൾ എന്തായാലും ചെയ്തു കൊടുത്തിട്ടുണ്ട്. മറുപടിയായിട്ട് റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറയും. റസൂലിന്റെ കുട്ടിയ ഹൃദയത്തോടെ വേദനയോടെ റസൂൽ തിരിച്ചു പറഞ്ഞ വാക്കെന്താ പറയുന്നത്? നിങ്ങൾ വാപ്പന്റെ പേരിൽ പള്ളി താക്കി കൊടുക്കണം, ഉമ്മാന്റെ പേരിൽ നിങ്ങൾ ഒരു അച്ഛ ചെയ്ത് കൊടുക്കണം. പിന്നെ വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ തരക്ക് ഭാഗത്ത് നിന്ന് കാടടക്കിയിട്ട് പൊരുത്തം വാങ്ങണം എന്നല്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് എവിടെ ചോദ്യം മറു ചോദിച്ചു റസൂലേ, അള്ളാന്റെ മനുഷ്യനെ കാണുമ്പോൾ പൊരുത്തം കിട്ടുമോ? മരിച്ചു പോയി മരിച്ച മനുഷ്യന്മാരോട് പൊരുത്തം കിട്ടണമെങ്കിൽ പടച്ചന്റെ മനുഷ്യരെ തന്നെ അപ്പൊ പറഞ്ഞു പറയേ, അള്ളാന്റെ മനുഷ്യരെന്നാണ് അവളെ അത് വിചാരണ എടുക്കുന്നതെങ്കിൽ പടച്ചോൻ ആദ്യം പറയും, ഞാൻ പൊരുത്തം വാങ്ങിയിട്ട് വാ, ആ രോഗ്യം കൂടിയിട്ട് വാ, എന്നിട്ട് എന്റെ നിസ്കാരവും നോക്കും ഈ കിടന്ന് പട്ടിണിയും ഈ ചെയ്ത ഹജ്ജും എന്റെ വിവാദത്വം പടച്ചോൻ എനിക്ക് തരണമെങ്കിൽ ആദ്യം ആ ബന്ധം കൂട്ടിച്ചേർത്തിട്ട് വാ. എന്നിട്ട് റസൂൽ കൈമടക്കിയിട്ട് പറയും, അതെ ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് പോലും നോക്കാൻ കെൽപ്പില്ലാത്ത പടച്ചോന്റെ മനുഷ്യരെ ഒരാൾക്കും പൊരുത്തം വാങ്ങാനാണ് ഒരു സഹാബത്ത് ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞു. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12 വഫാത്താകുന്ന പ്രവാചകൻ റബീഉൽ അവ്വൽ 10 മദീനത്തെ പള്ളിയിൽ വന്ന് പെരടി കാണിച്ച് സഹാബത്തിനോട് പറഞ്ഞു, ആർക്കെങ്കിലും തല്ലിയാ തീർക്കാനുണ്ടെങ്കിൽ പെരടിക്ക് തല്ലി തീർക്കണം. പിന്നെ തെറി പറഞ്ഞാൽ തീരെങ്കിൽ അള്ളാന്റെ മനുഷ്യരിലേക്ക് നമ്മൾ എത്ര മനുഷ്യന്മാരെ മനസ്സിൽ എത്ര ആളെ മനസ്സ് വെറുപ്പിച്ചിട്ടാണ് നമ്മളെ ജീവിക്കുന്നത്. അവസാനം ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഷാദിൽപ്പള്ളിയിൽ ഒരു മയ്യസ്കാരത്തിന് നിന്നപ്പോ ബാങ്കിൽ മയ്യത്തിനെ എടുത്തുകൊണ്ട് പോവാ കണ്ണപ്പുറത്തിലേക്ക്. ബാങ്കിൽ 2 വയസ്സന്മാർ പറയും, എന്തൊക്കെയാണ് കാണിച്ചു? പെണ്ണടക്കെതിരെ കോടതിയെ, അനിയനെ റോട്ടുമലിച്ച് തെറി പറഞ്ഞു, മരിക്കുന്നവരെ കേസ് വെച്ച് നടന്നു, കമ്മൽ കണ്ടുകൂടാത്ത സ്വഭാവമായിരുന്നു. നാട്ടുകാരൊക്കെ ഉറപ്പിച്ചു, കുടുംബക്കാരൊക്കെ ഉറപ്പിച്ചു, 3 തുണിമല കുടുംബം കുറിക്കൽ അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്ത് നല്ല വിവാദം ചെയ്താലും ഇത് കേട്ടപ്പോ സാഹചര്യത്തിന് ചില മനുഷ്യര് കുടുംബത്തിക്ക് കൂട്ടിയ കുടുംബം നഷ്ടപ്പെട്ടു ഓനെന്നല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ചങ്ങായിമാര് കുടുംബത്തിലുള്ളവരായിട്ട് ഒരേ വന്നാൽ പിന്നെ മറ്റേ കണ്ണടുക്കളയിലായിരിക്കും, പെണ്ണുങ്ങളതിലായിരിക്കും. അങ്ങനത്തെ മനുഷ്യന്മാരാകട്ടെ. അതല്ലാതെ ദുനിയാവിന്റെ വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. മറ്റൊരാളോട് പിണങ്ങി നടന്ന് ജീവിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ യോഗ്യത. നിങ്ങൾക്ക് നമ്മളെ സ്നേഹിക്കണേ, നമുക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ യോഗ്യത. നമ്മൾ കുറെ പടച്ചോനെ നമുക്ക് സ്നേഹിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇരിക്കുമ്പോ ഒക്കെ അള്ളാൻ ഇഷ്ടമല്ലേ, പിന്നെ പടച്ചോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ സ്നേഹിക്കണ്ടേ? എന്നാലല്ലേ നമ്മൾ ചെയ്യുന്നതിന് ഒരു വില ഉള്ളൂ, എന്നാലല്ലേ നമ്മൾ ചെയ്യുന്നതിന് പടച്ചോന്റെ അടുത്തൊരു കൂലി ഉണ്ടാവും. അപ്പൊ നമ്മളെ സ്നേഹിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ് അപ്പൊ ഹറാമാക്കിയത് ചെയ്യൂല, ഞാൻ ചെയ്യൂല എന്ന മനസ്സോടെ ജീവിക്കും. രണ്ടാമത്തത് അള്ള നമ്മളെ ഇഷ്ടപ്പെടാൻ നീ ജനങ്ങളിൽ ഏറ്റവും മനസമാധാനത്തോടെ ജീവിക്കുന്നവനായിരിക്കും. കാരണം പടച്ചോൻ എനിക്ക് തന്നേ ഈ പൂർണ്ണ തൃപ്തനായിരിക്കും. അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ട്, അത് നമ്മൾ എടുക്കുന്നു. ലോകത്തൊരുത്തനും അത് തടയാനും പറ്റൂല, അള്ളാഹ് തടഞ്ഞതും കൊണ്ടുതരാനും പറ്റൂല.
പടച്ചോൻ വിധിച്ചിട്ടുണ്ടോ അതിന്റെ കയ്യിലെത്തിയിരിക്കും. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സുഖേട് റബ്ബ് ആള് മാറി തന്നതല്ല, നമുക്ക് റബ്ബ് നിശ്ചയിച്ചതാ. നമ്മളെ കുടുംബത്തിലെ പരീക്ഷണങ്ങൾ, സാമ്പത്തിക രംഗത്തുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും പടച്ചോൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നിങ്ങളെ ജീവിതത്തിലെത്തും. അതുകൊണ്ടാണ് ഞാൻ പറയാറുണ്ട്, ഗുജറാത്തിലെയും ആന്ധ്രയിലെയും നെൽപ്പാടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന കതിരുകളിൽ നിന്ന് നൂറുകണക്കിന് ധാന്യങ്ങൾ ഉത്പാദിപ്പിക്കപ്പെട്ട് അവിടെയുള്ള തൊഴിലാളികൾ മുഖേന വൃത്തിയാക്കി ചാക്കുകളിലാക്കി തീവണ്ടി മുഖാന്തരം കോഴിക്കോട് വലിയങ്ങാടിയിലേക്ക് എത്തി. വലിയങ്ങാടിയിൽ നിന്ന് പുതിയ കടവിലെ പലചരക്ക് കടയുടെ ഷോപ്പിന്റെ 50 കിലോ ചാക്കിൽ നിങ്ങളെ വീട്ടിലെത്തേണ്ട 10 കിലോ ഉണ്ടെങ്കിൽ ആ 10 കിലോ പോലെ എന്റെ 10,000 എത്തിയിരിക്കും. ആ 10 കിലോയിൽ പടച്ചം നിങ്ങൾക്ക് വിധിച്ചത് ഒരു 2 കിലോന്റെ ചോറ് മാത്രമാണ് നിങ്ങളുടെ വയറ്റിൽ. പടച്ചം വിധിച്ചത് നമുക്ക് ഒരാൾക്കും തടയാൻ പറ്റില്ല. ഇന്ന് ഇരിക്കുമ്പൊക്കെ കിട്ടുന്നതൊക്കെ അള്ളാന്റെ തീരുമാനം തന്നെ. ഇനി നമുക്ക് പടച്ചോൻ ഒരു കാര്യം തടഞ്ഞു, കിട്ടരുത് നമുക്ക് തീരുമാനിച്ചു. ലോകത്ത് നിങ്ങൾ ഏത് കോടീശ്വരനെ വിളിച്ചോ, എം എ യൂസഫ് അലി സാഹിബ് കോടികൾ കയ്യിലുണ്ട്, 3000 കോടിയുടെ സ്വത്തുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാപ്പ ആക്സിഡന്റിൽ പെടുന്നു. കയ്യും കാലും മാരക മുറിവുകൾ പറ്റി ആശുപത്രിയിലേക്ക് ഏൽപ്പിച്ചു. അദ്ദേഹം ദൂരത്തുള്ള അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൽ വരാൻ പറ്റും. പക്ഷേ വരുന്നതിന് മുന്നേ അദ്ദേഹം നാട്ടിലെ ഡോക്ടേഴ്സിനെ വിളിച്ചപ്പോ എന്റെ കോടികൾ ഞാൻ ജവാബിക്ക് തിരിച്ചു കിട്ടാം. അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങി ആശുപത്രിയിലെ വരാതിരുന്നപ്പോൾ പുറത്തേക്ക് വന്നത് വാപ്പാന്റെ മയ്യത്താണ്. പടച്ചം വേണ്ടാന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ പണത്തിന് കടലാസിന്റെ വില പോലും പടച്ചം കൊടുക്കില്ല. അതുകൊണ്ടാണ് പടച്ചം തരൂലാന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തരൂല പടച്ചം. 4 മക്കളെ പടച്ചം കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒന്നിനകത്ത് ബാക്കി വെച്ചുകൂടായിരുന്നു പടച്ചോന്. ഒരാണിന് എന്ന് ഞമ്മക്ക് സങ്കടപ്പെടാനേ പറ്റും. 4 പടച്ചം, 4 മക്കളെയും പടച്ചം കൊണ്ട് അമ്മാന്റെ കലാറിൽ ആ കലാറിൽ നമുക്ക് വിശ്വാസത്തെ, നമുക്ക് കിട്ടിയതിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവും. അല്ലെങ്കിലോ നമ്മൾ ഇങ്ങനെ പടച്ചോനോട് സങ്കടം പറയും, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെ കിട്ടിയില്ല, ഇങ്ങനെ കിട്ടിയില്ല. അള്ളാഹ് തന്നതിലൊന്നും തൃപ്തി കാണാനും നമ്മളെ കൊണ്ട് പറ്റൂല. ഞാൻ പറയാറുണ്ട്, പടച്ചോൻ നമുക്ക് ഒരു നല്ല വീട്ടിൽ കയറിക്കൂടാൻ താമസിക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മാസത്തിൽ 6000 വാടക കൊടുത്ത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അടുത്ത മാസത്തിൽ കൊടുക്കാൻ ബേജാറ് പറയും, പടച്ചോൻ എത്ര പെട്ടെന്ന് ആ മാസം തോന്നുന്നത്. നമ്മൾ ആ മാസത്തിന്റെ പോക്ക് അറിയാത്ത എന്തുകൊണ്ടാണ്? വാടക കൊടുക്കാത്തവരെ താമസിക്കുന്നതുകൊണ്ടാണ്. അല്ലാത്തവരുണ്ടല്ലോ ദിവസം എടുക്കുമ്പോഴേക്കും നെഞ്ച് പറിക്കാൻ തുടങ്ങും. ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, കൊട്ടാരങ്ങൾ അത് കണ്ടു മോഹിക്കുക. മനുഷ്യരെ ദുനിയാവിൽ പടച്ച റബ്ബിന്റെ പ്രവാചകൻ പോലും പരദേശിയെ പോലെ ജീവിച്ചു. കാരണം നമ്മളൊന്നും ഒരു 100 കൊല്ലം ജീവിക്കാൻ വന്നവരല്ല. ഈ ഇരിക്കുന്ന നമ്മൾക്കൊന്നും ഒരു 100 കൊല്ലം കിട്ടുന്ന ഒരോടൊന്നുമില്ല. പണ്ടൊക്കെ എന്നെ വിചാരിക്കുകയായിരുന്നു. കാരണം കപ്പയും കുഴിക്കും ചേമ്പും ഒക്കെ തിന്നുന്നവനെ അതിന്റെ ആരോഗ്യമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം കപ്പക്കൽ ഒരു പരിപാടിക്ക് ഞാൻ പോയി. നാട്ടിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് പട്ടുറോഡ് എത്താൻ 23 കിലോമീറ്റർ എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് എത്താൻ എടുത്ത സമയം അരമണിക്കൂറാണ്. കാരണം രാത്രി സുരക്ഷിതമായിട്ട് അധികം ബ്ലോക്കൊന്നുമില്ല. പക്ഷെ പട്ടുറോഡിൽ നിന്നും കപ്പക്കല്ലെത്താൻ ഞാൻ എടുത്തത് 50 മിനിറ്റ്. അതുകൊണ്ടാണ് നോമ്പ് തുറന്നിട്ട് തിന്നാണ്ട പരക്കം വയ്യതാണ്. ക്ഷണിച്ചു വരുത്തുന്ന പടച്ചവന്റെ തീരുമാനത്തിന്റെ അബദ്ധങ്ങളുടെ സൂക്കേടുകളുടെ ലോകത്തേക്കുള്ള യാത്ര ആത്മീയ മനുഷ്യന് തീരുന്നില്ല. ഹാപ്പിനെസ് തേടി പരക്കപ്പായില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വാപ്പന്റെയും എന്റെയും കൂടെ തുറന്ന് ആ വാപ്പന്റെയും എന്റെയും കൂടെ സന്തോഷിച്ച് പള്ളിയിൽ വന്ന് തറാവീഹ് നമസ്കരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതിന് പകരം റോഡ് വക്കുകളിൽ എഴുതി വെക്കപ്പെട്ട ആമാശയത്തിന്റെ ക്യാൻസറിന്റെ എക്സൻസിന് വേണ്ടി ക്യൂ നിന്നുന്ന ഒരു തലമുറയായി മാറി. ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ഞാൻ വെറുതെ നിന്ന് വായിച്ചു നോക്കിയത് റോഡ് വലിട്ട് കാട്ടാളൻ കേട്ടാളൻ ഗർഭം കലക്കി കുതിരം കലക്കി. കഴിഞ്ഞ മാസം കേരളത്തിൽ ഉണ്ടായ ഏറ്റവും കൂടുതൽ വൃക്കരോഗികൾ എവിടെയാണ്? പത്രത്തിൽ റിപ്പോർട്ട് വന്നു. കോഴിക്കോട് ജില്ലയിൽ വൈകുന്നേരം 3 മണി മുതൽ പുലർച്ചെ 4 മണി വരെ തുറന്നു വെക്കുന്ന 415 ഭക്ഷണ സ്റ്റാളുകളാണ് കോഴിക്കോടിന്റെ മണ്ണിൽ മാത്രം ഈ ചുറ്റുപാട്. പരക്കം വയ്യ മനുഷ്യർക്ക് തൃപ്തിയാതില്ല. ഹാപ്പിനെസ് തേടി ഓടുക. അതിനെന്തൊന്നുമില്ല. ഐസ്ക്രീം വരെ പൊരിച്ചു കൊടുക്കാന്നാ കഴിയുന്നത്.
വെറും ഹാപ്പിനെസ്, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല. കാരണം അത്രയേറെ മക്കളുടെ മനസ്സിൽ ദുശക്തികളും നിമറൽവാദികളും കുത്തിവെച്ചു. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ജീവിതം ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ആ ദുരമുത്ത തിന്മകാരികളുടെ വാക്കുകൾ കേട്ട് നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും ആണവമാണെന്ന് തെറ്റിദ്ധരിച്ച പമ്പര വിട്ടികളായി ഇന്നത്തെ തലമുറ മാറി. വേറെയത്ത സൂക്കേടുകൾ നാവിനടിയിലും മനുഷ്യൻ വിസർജിക്കുന്ന വിസർജ്യഭാഗത്ത് പോലും മാരക ക്യാൻസറുകൾ ബാധിച്ചു കിടക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരെ ഇന്ന് കേരളത്തിൽ ആശുപത്രികളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള അമേരിക്കൻ ബേസ് ചെയ്യപ്പെട്ട കമ്പനികൾ പോലും ഇൻവെസ്റ്റ് ചെയ്ത 7000 കോടിയുടെ 3 സ്ഥാപനം കോഴിക്കോട് ജില്ലയിലെ മൈത്ര, അതോടൊപ്പം മിംസ്, അതോടൊപ്പം ബേബി എന്ന 3 ഹോസ്പിറ്റലുകളാണ്. കാരണം യൂറോപ്യന്മാരെക്കാൾ സൂക്കേടിന് വേണ്ടി പൈസ ചെലവാക്കി ചക്രശ്വാസം വലിച്ച് പൈസ തിന്നാൻ വേണ്ടി പരക്കം പായുന്നവര് നമ്മുടെ കൂട്ടത്തിലാണ് യൂറോപ്യന്മാർക്ക് മനസ്സിലായി. മനുഷ്യൻ വെറും ഹാപ്പിനെസ് മാത്രം, കുറച്ചു തിരുന്നയിലൊന്നും വൃത്തിയാവില്ല. ആരാന്റേലേക്ക് നോക്കി ആർത്തി പിടിക്കും, ആളെ കാണിക്കാൻ ജീവിക്കാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ പരസ്പരം പെരുമ നടിക്കൽ, ജീവിക്കാൻ പോലും ചിലരെ മറന്നുപോയിട്ടുണ്ട്. ഞാൻ സുഹൃത്തുക്കളോട് നിങ്ങളുടെ ഭാര്യന്റെ കൂടെ ഒരു അരമണിക്കൂർ ഇരുന്ന് ഒരു നല്ല സംസാരം സംസാരിച്ചു, ഒന്ന് കൊഞ്ചിട്ടുണ്ട്, ഒരു നല്ല മധുരമുള്ള വർത്താനം പറയാൻ പറ്റിയിട്ടുണ്ട്. ഖബറിലെത്തുന്നത് വരെ മനുഷ്യൻ പരക്കമായി അതുകൊണ്ട് പടച്ചോൻ തരുന്നതിനൊന്നും ഒരു തൃപ്തി തോന്നുന്നില്ല. അള്ളാഹുവിനോട് ചോദിച്ചു നിരാശനാവുകയും എന്ത് അവർക്ക് കൊടുത്ത മാതിരി നമുക്ക് കിട്ടുന്നില്ല. ഞാൻ പറയാറുണ്ട്, ഒരു കണ്ണ് കാണാത്തവന്റെ വേദന അറിയുമ്പോഴേ 12 ഞരമ്പുകളെ കൊണ്ട് ഓരോ വർണ്ണങ്ങളെയും സംവിധാനിച്ച കണ്ണെന്ന മഹാനുഗ്രഹം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കോഴിക്കോട് കുറെ ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട്. ആ ഡയാലിസിസ് സെന്ററിൽ 5 വർഷത്തേക്കാണ് അതിന്റെ വാറണ്ടി. ഒരു മിഷ്യന് ഏകദേശം 6 ലക്ഷത്തിന്റെ മേലെ 5 വർഷത്തെ വാറണ്ടി ഒരു പറയുന്നു. അതിന്റെ ഇടയ്ക്ക് അതൊന്ന് സർവീസ് ചെയ്യണം. സർവീസ് ചെയ്യാൻ തന്നെ ഏകദേശം 60,000-ന്റെ മേലെ 60,000-ന്റെ മേലെ. എന്താ ഡയാലിസിസ് മെഷീൻ പറഞ്ഞാൽ? മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം എടുത്ത് ആ മെഷീനിലൂടെ ശുദ്ധീകരിച്ച് ഒരു കിഡ്നി ചെയ്യേണ്ട കാര്യം ചെയ്ത് ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു. 42 വയസ്സായി, 42 കൊല്ലായി ഇതിന്റെ ഉള്ളിൽ ഒരു കിഡ്നി, ഒരു മെയിൻ്റനൻസ് അത് പടച്ചു വാങ്ങിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് അള്ളാഹു അത് പ്രവർത്തനത്തിൽ എത്തിച്ചിട്ടില്ല. ഇതിന് ഇത്ര ലക്ഷം ഇനി അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ തന്ന പടച്ചുറപ്പിന്റെ കിഡ്നി എന്ന മഹാ അത്ഭുതത്തെ പറ്റി ചിന്തിക്കാത്ത ആ കിഡ്നി നശിപ്പിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ചൂട് നിൽക്കുമ്പോ നമ്മൾ പറഞ്ഞതാണ് മതിയാകുന്നില്ല. ആർത്തി പിടിച്ചോന്റെ മനസ്സിൽ മതിയാകുന്നില്ല. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും പടച്ചു ദഹിപ്പിച്ചില്ല. അവിടെ രാത്രി വയറ് നിറച്ചുകൊണ്ട് കിടന്നു, കണ്ണും മനസ്സും ഒക്കെ കൊണ്ട് ഉറങ്ങി. പക്ഷേ ആ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള ആമാശയം പടച്ചവനെ പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടിരിക്കുക. ചെറുകുടലിലും വൻകുടലിലുമുള്ള ചെറിയ രോമങ്ങളിലൂടെ ഭക്ഷണ സാധനങ്ങൾ കഷണങ്ങളായി ശുദ്ധീകരിക്കപ്പെടേണ്ടത് രക്തത്തിലേക്കും അശുദ്ധീകരിക്കപ്പെടേണ്ടത് ശുദ്ധിയല്ലാത്തത് വിസർജ്യഭാഗത്തേക്കും ബാക്കി കുറെ മൂത്രത്തിലേക്ക് പോയി. നാവികനത്തും ബാത്റൂം പോകാനായി കഴിച്ചതിന്റെ നല്ല കാര്യങ്ങളൊന്നും കുറെ ശരീരത്തിന്റെ ബ്ലഡിലും കയറി. ആ പ്രവർത്തനം തരച്ചാൽ എല്ലാ പവറും 3 ഗുളിക കുടിച്ചിട്ട് ഉറക്കം വരാത്തൊരു ഇന്നും നമ്മളെ കൂട്ടത്തിൽ. ഒരൊറ്റ രാത്രി മൂത്രം പോയിട്ടില്ലെങ്കിൽ തീരാവുന്ന പവറും പത്രാസും തേക്കിട്ടുമ്പോൾ ഒരൊറ്റ രാത്രി അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമങ്ങനെയായിരിക്കും പറഞ്ഞാൽ അള്ളാഹ് ഒരു കൊടുത്തതിൽ ഒന്നൃപ്തനായി പറയും, പടച്ചവനെയും ചിത്രത്തിൽ തന്നല്ലോ റബ്ബേ, അള്ളാഹ് എനിക്ക് ഇത്രക്കെങ്കിലും തന്നല്ലോ റബ്ബേ. അത് അസുഖങ്ങളിൽ പോലും അവൻ ചിന്തിക്കേണ്ടത്. ഞാൻ പറയാറുണ്ട്, മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ചെറിയ സുഖേട് വന്നാൽ വേഗം വയലന്റാവും, ടെൻഷനാവും. നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് ഒരു കാരണവും ഇല്ലാണ്ട് എത്ര അസുഖം വന്ന മനുഷ്യർ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ 39ാമത്തെ വാർഡ് മുതൽ 41ാമത്തെ വാർഡ് വരെ പറ്റില്ല. ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് ശേഷം നടന്നു നോക്കിയാൽ അവിടെ കാണുന്ന കണ്ണീരിന് 2 നിറങ്ങളാണ് മനുഷ്യന്, ചോരയുടെ നിറം, വേദനയുടെ നിറം. പിന്നെ ഒരു ഉറുപ്പ്യ കളയാനും തോന്നില്ല. ഒരു ഉറുപ്പ്യ തന്ന പടച്ചവനോട് ഒരിക്കലും പിന്നെ നന്ദികേട് കാണിക്കണം. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടാനുള്ള 2ാമത്തെ സ്വഭാവമാണ് അള്ളാഹു തന്നതിൽ ഒരു തൃപ്തി നമ്മൾ കാണിച്ചാൽ പടച്ചവന് നമ്മളോട് ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ കുറെ സമ്പത്ത് ഉണ്ടാവുക,
കുറെ തിന്നാനുണ്ടാകുക, ഉടുക്കാനുണ്ടാകുക, അടുത്തും കൊടുത്തും ഒക്കെ വാരി വലിച്ച് നാട്ടുകാരെ കാണിക്കാൻ പലിശക്കെടുത്തിട്ടും കടം വാങ്ങിയിട്ടും കുറെ കൊണ്ട് അടിച്ചു പൊളിക്കുക. അതല്ല ജീവിതം. ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാതെ പടച്ചവൻ തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ച് മരിച്ചു. ആ ജീവിതത്തിന് പോലും പടച്ചവൻ പലരുടെയും നാവിൽ പ്രാർത്ഥനയായിട്ട് നമുക്ക് തിരിച്ചു. അതാണ് ജീവിതം, അതാണ് ഐശ്വര്യം. മൂന്നാമത്തത് നീ നിന്റെ അയൽവാസിയോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുക. ഏറ്റവും നല്ല സ്വഭാവത്തോടെ നീ പെരുമാറേണ്ടത് ആരോടാണ്? നിന്റെ കസ്റ്റമറോട്. ഞാൻ പറയാറുണ്ട്, നമ്മളൊരു കച്ചവടം നടത്തുന്നവനാണെങ്കിൽ കസ്റ്റമർ അതുകൊണ്ട് ഇതുകൊണ്ടിരിക്കുന്നൊക്കെ പറയുമ്പോ കാണുന്ന ഞമ്മക്ക് ദേഷ്യം ഉണ്ടെങ്കിലും കസ്റ്റമറോട് അത്രയും ഡീസന്റിലോ പെരുമാറും. പക്ഷെ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത് അവന്റെ അയൽവാസിയോട്. എങ്കിൽ നിങ്ങൾ മുഅ്മിനാണ്, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെന്ന് പടച്ചവൻ ഓർമ്മിക്കുന്നത് നിങ്ങളുടെ അയൽവാസിയോട് ചോദിച്ചു. ആനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അയൽവാസിയോടുള്ള കടമ പടച്ചവൻ പറയുമ്പോൾ ഞങ്ങൾ പേടിച്ചു. നിങ്ങളെ സ്വത്തിന്റെ പകുതി അയൽവാസിക്ക് കൊടുക്കണം എന്ന് റബ്ബ് പറയോ? നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ചുമരിന് ചുറ്റുഭാഗത്തെ ചുറ്റുചുമരിന് അല്പം വലിപ്പം കൂടി അയൽവാസിയുടെ കാറ്റ് അതുകൊണ്ട് തടയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മതിലും കുറിച്ച് കൊടുക്കണം. പക്ഷെ ഞാനിന്ന് പറയാറുണ്ട്, ഇരേ ബന്ധമില്ലാത്തവരോടാണ് അയൽവാസികളാണ്. നമ്മളിപ്പോ ഒരു അയൽവാസിയൊക്കെ സുഖടാന്ന് അറിയുന്ന ചിലപ്പോ ഒരാഴ്ച കിടന്നില്ല. വിദ്യാർത്ഥിയായി വീട്ടിൽ വന്ന് ഒരു വണ്ടിക്കാരൻ വന്ന് നമ്മളെ പുരഞ്ഞെടുത്ത് ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മൾ ഒരുത്തന്റെ ജീവിതത്തിൽ എന്താണ് അവന്റെ ബാധ്യത, അവന് ഏത് സങ്കടത്തിൽ കൂടിയാ കഴിഞ്ഞു ആ ചിന്ത. ഒരു മനുഷ്യനെ പടച്ചവൻ മുഅ്മിനാണെന്ന് പറയാൻ അവന്റെ അയൽവാസിയോട്. കാരണം അയൽവാസി ആ അയൽവാസിയെ തൊട്ട് സന്തോഷവാനായി മോനത്തെ കിട്ടിയാൽ ഇവനും സന്തോഷിക്കും. ഞാനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അയൽപക്കത്തിൽ ഒരു കാറ് വാങ്ങിയ ഇപ്പത്തെ പോയക്കാരെ പറയാം അൽഹംദുലില്ലാ, ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഇടങ്ങേറ് പെട്ടെന്ന് വന്നാൽ നമുക്കൊരു കാറ് ഉണ്ടല്ലോ. എന്നാൽ അതേ സ്ഥാനത്ത് നിന്ന് എന്താ പറയാ, കാറ് ഇറങ്ങിക്കോ, ഇവര് കടയിൽ വാങ്ങി ഇതാപ്പം അങ്ങനെ കുറെ വാങ്ങിയിട്ടു എന്നുള്ള അസൂയ. ചിലർക്ക് ദേഷ്യം. ചിലര് അയൽപക്കത്ത് നമ്മളൊരു വലിയ വീട് കൊണ്ടുണ്ടാവും, സാധുങ്ങനെ അയൽപക്കത്തുള്ളവരുണ്ടാകും, ഈ പണിക്ക് പോകുന്ന അല്ലെങ്കിൽ വേറെ തൊഴിലിന് പോകും. അവന്റെ മക്കളൊക്കെ ഒന്ന് ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം ഒന്ന് പച്ചക്കറി തുടങ്ങാൻ നേരത്ത് ഒരു ആ പഴയ നിർമ്മാണമൊന്നും പൊളിച്ച് ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടൊക്കെ തറടുമ്പോ നമ്മ പോലോടൊരു ദേഷ്യം തോന്നി തുടങ്ങി. അവസാനം മക്കളെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നപ്പോൾ എന്താ പറയാ, ആ ഒരു പച്ചനെ അല്ലേ നിങ്ങൾ ഒന്ന് പൊരണ്ടാക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ആയി പോയതാണല്ലോ അല്ല പറയാ. എന്തൊക്കെയായി നമുക്കാരും പൊര പൊളിക്കുന്നത്, തറട്ടുന്നത്. ഒന്നാമത്തെ കാട്ടിലാണ്, ഓന പള്ളിയിൽ ഒന്നാമത്തെ സഭയിൽ എല്ലാ വെള്ളിയാഴ്ചയും മലയാളത്തിൽ കേൾക്കുന്നു. മനുഷ്യരെ ഈമാൻ നാട്ടുകാരെ കാണിക്കാണ്ടാണ് പടച്ചോൻ കാണിക്കാൻ. നിങ്ങൾ അയൽവാസിയെ തൊട്ട് നിങ്ങൾ സുരക്ഷിതനാണോ? നിങ്ങളെ തൊട്ട് നിങ്ങൾ അയൽവാസി സുരക്ഷിതനാണോ? നിമിത്തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ജനങ്ങളിൽ ഏറ്റവും നാണം കെട്ടവനായ, ഏറ്റവും നാണം കെട്ടവൻ സഹോദരൻ ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പറയും. നിമിത്തങ്ങൾ പറഞ്ഞു അയൽവാസിയുടെ നാടിയെ അവർ അത്ഭുതത്തോടെ കൊണ്ടാണ് അയൽവാസിയുടെ പെണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവിടേക്ക് വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ, അവിടെ കാണാൻ മോഹിച്ച് നീ നോക്കിയിട്ടുണ്ടെങ്കിൽ, നീ കണ്ടുകൊണ്ടും കൽപ്പുകൊണ്ടും അവിടെ വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ, നീ ദുനിയാവിൽ പടച്ചവർക്ക് ശ്രദ്ധിച്ച ഇരു കാലുകളിൽ കാരണം ഒരു വിശ്വാസം തന്നോട് പറഞ്ഞത് എന്താ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നടക്കുന്നുണ്ടെങ്കിൽ മുസ്ലിമല്ല. ഈ മുസ്ലിമല്ല. നിങ്ങൾ ആലോചിച്ച് പോയിട്ടുണ്ട് അയൽവാസി എങ്ങനെയാണ് ജീവിക്കുന്നത്? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എക്സാമിന് ശേഷം സാധു മനുഷ്യന്മാർ ഒരു കഥ ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലുള്ളത് പറയും. നല്ല പഠിക്കാൻ അയാളൊരു സാധാ പണിക്കാരൻ. അയാളോട് നല്ലോണം വിദ്യാഭ്യാസം ഇന്നലെ നമ്മൾ കണ്ടില്ലേ, IAS 59ാം റാങ്ക് നേടിയത് ഒരു സാധാ പണിക്കാരന്റെ, ഒരു സാധാരണക്കാരന്റെ മോളാണ്. അതേപോലെ അയാൾ പറഞ്ഞു, അയാളെ എന്റെ മോള് നല്ലോണം പഠിച്ചു, നല്ലോണം പഠിച്ചു, കുറച്ചൊക്കെ ഒരു ഗ്രാമത്താണ് തോന്നുന്നത്, എല്ലാത്തിലും ഫുള്ളാണ്, പ്ലസ് ടുവിന് ഫുള്ളാണ്. ഞങ്ങൾക്ക് ചെറുതായിട്ട് വിഷമം ഒന്നുമില്ല, പ്ലസ് ടുവിന് ഫുള്ള്
ഗവൺമെന്റ് ആണെങ്കിലും ഒരു കിപ്പളം കൊടുക്കണം, ഡൊണേഷൻ കൊടുക്കണം, എപ്പോഴാണ് സാധാണെങ്കിലും അതിന് വേറെ പൈസ കൊടുക്കണം. എനിക്ക് പാകില്ല, ഞാൻ വാടക വീട്ടില്ല, നല്ലൊരു ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല, നല്ലൊരു വസ്ത്രം എന്റെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ നല്ലോണം കൂട്ടണം. എന്നിട്ട് അയാൾ സങ്കടപ്പെടുന്ന എന്റെ തൊട്ടപ്പുറത്താണ് എന്റെ മോളപ്പരം പഠിച്ച അബൂബക്കറിന്റെ മോള്. ഓക്കൊന്നുമില്ല, ഒരു A+ ബാക്കിയൊക്കെ ഏരിയാണ്. പക്ഷെ ഓള് പഠിക്കുന്ന പേരിട്ട സ്ഥാപനത്തിൽ 3 ലക്ഷം ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. എന്റെ മോളൊക്കെ എനിക്ക് ഉണ്ടായിപ്പോയതാണോ പഠിച്ചോനെ ഏറ്റവും വലിയ ഭാരം. ഓള് പരലോകത്ത് ഇപ്പൊ അപ്പാന്റെ മക്കളായി പോയതാണ് പഠിച്ചോനെ ഞങ്ങൾക്ക് കിട്ടിയൊരു പരീക്ഷണം എന്നാണ് പറഞ്ഞാലോ എനിക്കൊരു പേടി. അതാണ് ലളിതങ്ങൾ പറഞ്ഞെന്താണ്, അയൽവാസി പട്ടിണി കിടന്നു നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അയൽപക്കത്ത് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ആ കറിയിൽ വെള്ളം ചേർക്കണം. മണം അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കാതെ നിങ്ങൾ ആ കറി പാകം ചെയ്യണം. പ്രത്യേകിച്ച് ഒരു അണുകുടുംബായി അവനാന്റെ താല്പര്യം ചുറ്റുപാട് മാത്രമായപ്പോൾ അപ്പുറത്തെ ഭൂമിയിലുള്ള എനിക്ക് ഒരു ആഴ്ച വിളിച്ചേർന്നാലും അത്രേ ഉള്ളൂ. ആർക്കും ആരെ സ്വകാര്യതയിലേക്കും ഒരു സലാം പറഞ്ഞിട്ട് ഒരു ചിരിച്ചിട്ടോ എന്നുള്ള നല്ലൊരു വർത്താനം പറയാനും താല്പര്യം. നമ്മളെന്ന് ആലോചിച്ചു നോക്കി, ഈ കൂട്ടത്തില് നമ്മളെ ആൾക്കാരോട് നമ്മൾ എത്ര പേര് ഒരു നല്ല വർത്താനം സ്വഭാവവും ഒരു നല്ല സലാമും ഒന്ന് ചിരിക്കുകയും ചെയ്യുന്നു. ചിരി പോലും സ്വതക്കയാണെന്ന് നബിതങ്ങൾ. പക്ഷെ മുഖത്തോട് മുഖം നോക്കുമ്പോൾ പക്ക തലയിട്ട് താത്താനും ഒന്ന് കാർപ്പിച്ചു തുപ്പാനും ഒന്ന് മുഖം ചുടിക്കാനും ശ്രമിക്കുന്ന ശൈത്താന്റെ ശക്തിയാ പല ആർക്കും ആരോടും ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മളൊരു നല്ല വിശ്വാസിയാണെന്ന് പടച്ചോൻ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് അയൽവാസിയുടെ ഏറ്റവും മര്യാദയോടെ ഇതാണ് മൂന്നാമത്തെ കൃത്യം. അത് നമുക്ക് ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചാൽ. ഇപ്പൊ വേനൽക്കാലൊക്കെ അറിയുന്നത് കുറച്ച് വെള്ളം കൊണ്ട് തരുമെന്ന് ചോദിച്ചാൽ മോട്ടർ കേടാണെന്ന് കാരണം പറഞ്ഞിട്ട് ഒരു സാധു കഴിഞ്ഞ പോലെ കരഞ്ഞ കരച്ചിൽ ഇപ്പോഴില്ല മനസ്സിലായി. രാവിലെ കുറച്ച് വെള്ളത്തിന് ആ മോട്ടർ ഒന്ന് നമുക്ക് ഇട്ടുതരുമെന്ന് ചോദിച്ചപ്പോൾ മോട്ടർ കേടാണ്. പക്ഷെ ഉച്ചയാകുമ്പോ മോട്ടറിന് വെള്ളം ചേർന്ന് ഞാൻ മുഖ്യ മനുഷ്യന്റെ സ്വഭാവം അപ്പൊ വെള്ളം തടയരുതെന്ന് പറഞ്ഞു. ലോകത്ത് വെള്ളം മുക്കാൻ ഒരു വിൽപ്പനക്ക് പാടില്ലാത്ത വസ്തു വെള്ളമാണ്. വെള്ളം വന്നാലും തടഞ്ഞാൽ ലാഭിച്ചവനെ പോലെ നിങ്ങൾ അമ്മാന്റെ മുന്നിൽ വരുന്നു പറഞ്ഞു. ആർക്കും ആരും നിസ്കാരം നോക്കുമൊക്കെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അച്ഛനും പോകും പുറക്കും. ആരെയും പറ്റിച്ചിട്ട് ഒരു 10 രൂപ അധികം ഉണ്ടാക്കി അമ്മനെയും കൂട്ടിയ അല്ലെ മാപ്പനെയും കൂട്ടിയില്ല. ആ പിന്നെ പടത്തിനൊക്കെ നമ്മുടെ കപ്പൂരാക്കി നടത്തിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം ഏത് നെറികളും ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കുക, ഒരു പള്ളിക്ക് രേഖയിൽ കൊടുക്കുക, അല്ലെങ്കിൽ പള്ളിക്ക് ഒരു ഔദ്യോഗിക ഭാഗം ക്ലീനാക്കി കൊടുക്കുക, 10 പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, പുറത്തേക്കുള്ള വാതിലൊന്ന് നന്നാക്കി കൊടുക്കുക, ഏതെങ്കിലും സാധുക്കൾക്ക് 10-50 കൊടുത്തിട്ട് പറയാം പഠിച്ച അങ്ങനെ സമ്പാദിച്ച എങ്ങനെയാണ് കളയും കേട്ടോ. ഒരു എവിടെ നിന്ന് വന്നു അതെങ്ങോട്ട് പോയി പടച്ചോനെ ബോധ്യപ്പെടുത്താതെ ഒരടി പടക്കം മത്സരം കാലം സമ്പാദിച്ചത് മാത്രമല്ല ചെലവാക്കി വന്നത്. അതുകൊണ്ടാണ് നാലാമത്തെ യോഗ്യതാണ് നീ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിന്റെ സഹോദരനും ഇഷ്ടപ്പെടണം. അഥവാ നിന്നെ കൊണ്ട് എന്റെ സഹോദരൻ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം എന്നെ കൊണ്ട് കിട്ടിയിട്ടുണ്ടാവണം എങ്കിൽ നീ മുസ്ലിം ആണെന്ന് പടച്ചോൻ ഓർമ്മിക്കും. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായ താടിയും മീശയും അല്ല. നബിതങ്ങൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി നിന്നെ കൊണ്ട് നിന്റെ സഹോദരനെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടാവും മുസ്ലിം. ഏതുപോലെ മക്കയിലെ തെരുവിൽ വിറകുകെട്ടുമായി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു വൃദ്ധയായ കുറെ നബിതങ്ങൾ സഹായിച്ച് വിറകുകെട്ടെടുത്തിട്ട് ഉമ്മാന്റെ വീട്ടിൽ കൊണ്ടുവച്ചു കൊടുത്തു. ഒന്നും കയ്യിലില്ലാത്ത മാതാവ് തിരിച്ചിറങ്ങി പോകുന്ന പ്രവാചകന്റെ മുഖത്ത് നോക്കി അത് മുഹമ്മദ് നബിയാണെന്ന് അറിയാത്ത ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് ഞാനൊരു ഉപദേശം തരാം. മക്കയിൽ ഒരു പുതിയ ജാലവിദ്യക്കാരൻ വന്നിട്ടുണ്ട്, മുഹമ്മദ് എന്നാ പേര്, ഓന്റെ കെടുതി പോയി പെടരുത് കേട്ടോ. പ്രവാചകൻ കുട്ടിയോടെ പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുക, എന്തെങ്കിലും നമ്മളെ കൊണ്ടൊരു ഗുണം ഉണ്ടാകുക. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇക്കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കുണ്ടായ ഗുണം ഉണ്ടാകും. അവിടെ നമുക്ക് കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്, നായിച്ചുണ്ടാക്കിയിട്ടുണ്ട്, കഷ്ടപ്പെട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, നമ്മൾ തിന്നിട്ടുണ്ട്, നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ധരിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ടുണ്ടായ ഗുണം നമ്മളെ കുടുംബത്തിലുള്ള ഒരു നിത്യരോഗീനെ പരിചരിക്കാൻ ഏതെങ്കിലും IMP പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തകന്മാരുടെ വണ്ടി വേണം.
നമ്മളെ കുടുംബത്തിൽ ഒരാൾ കുളിപ്പിക്കാൻ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് ഒരു സാധുവായ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, മക്കയുടെ അതിരിൽ ഒരു വൃദ്ധ ഒറ്റക്ക് താമസിക്കുന്നുണ്ട്, ആരും നോക്കാൻ. ആ സദസ്സിലെ വാരത്തിയോട് പക്ഷെ അത് കേട്ട് സിദ്ദീഖുലൊക്കെ പറഞ്ഞു നടക്കും, എല്ലാവരും പല വൈകും. ഉമർ മനസ്സിൽ കരുതും, നാളെ ആ ഉമ്മനെ ഞാൻ പോയി കഴിഞ്ഞ് ഉമ്മാന്റെ വൃദ്ധന്റെ വീട്ടിൽ നോക്കും. ഉമ്മ അങ്ങനെ കുളിച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് ഒരു വൃത്തിയോടും ഇല്ലാണ്ട് കിടക്കുക. അത്ഭുതത്തോട് ഉമർ ചോദിച്ചു, ഉമ്മ നിങ്ങളെ ആരാണ് ചെയ്ത്? അവൻ പറഞ്ഞില്ല, ഏതോ ഒരു ഓടി വന്നു എന്നെ മാറ്റിക്കിടത്തി, എന്റെ വിസർജ്യം അവൻ കൈകി കളഞ്ഞു. ഒരു ഉമ്മയെ പരിപാലിക്കുന്നത് പോലെ എന്നെ കുളിപ്പിച്ച് കിടത്തി വളരെ കിടത്തി പോവുകയും ചെയ്തു. ഉമർ കരുതി ആർക്കും തോന്നിയതായിരിക്കും, നാളെ നോക്കാം. ഇപ്പോഴും അങ്ങനെ തന്നെ. മൂന്നാമത്തെ ദിവസം അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു സുബഹി നമസ്കാരത്തിന്റെ മുൻപേ മദീനത്തെ പള്ളിയുടെ പിൻഭാഗത്തുള്ള ഈത്തപ്പനന്റെ മറവിൽ ഇങ്ങനെ കാത്തുന്നു, ആരാന്നറിയാൻ. ആ സമയത്താണ് മദീന പള്ളിയിൽ നിന്നും തഹജ്ജുദ് നിസ്കരിച്ച ഒരാളിറങ്ങി ഓടുന്ന മനുഷ്യനോടുന്നത് വൃദ്ധയുടെ വീട്ടിലേക്കാണ്. പിന്നാലോടുന്ന ഉമർ കണ്ടത് കൈകൊണ്ട് ഉമ്മാൻ വാരിക്കിടത്തി ആ ഉമ്മയുടെ വിസർജ്യങ്ങൾ വാരിക്കളഞ്ഞ് കുളിപ്പിച്ച് ആ ഉമ്മാനോട് സലാം പറഞ്ഞ് ആ ഇരുട്ടിലൂടെ മദീനത്തെ പള്ളിയിലേക്ക് ആ ചെറുപ്പക്കാരൻ ഓടുമ്പോ മദീന പള്ളിയിൽ ബിലാൽ ബാങ്ക് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ആ ബാങ്കിന്റെ ആരംഭം തിരിച്ചോടുന്ന മനുഷ്യനെയും ഒരു മിന്നായ വെളിച്ചത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ടു. ആരാ? അന്ന് മക്കയും മദീനയും ഭരിച്ചിരുന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. അതായിരുന്നു അവരുടെ സേവനം. നമ്മൾ ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ളത് ഈ നാടിന് നമ്മളെ കൊണ്ടുണ്ടായ ഒരു ഗുണം ഞാൻ പറയാറുണ്ട്. മുൻപൊരിക്കല് ഒരു അനുഭവ കഥ പറഞ്ഞുതരാം. വാപ്പക്ക് അച്ഛനെ കൊടുക്കാൻ തീരുമാനിച്ചു, വാപ്പയും. ആ സമയത്ത് അക്ഷയയിലെത്തിയ സമയത്താണ് മറ്റൊരു പണ്ട് വാപ്പന്റെ കൂടെ പഠിച്ച ഒരാൾ ഫോൺ ചെയ്യുമ്പോ ഫോൺ ചെയ്ത മുണ്ടെന്ന് പറഞ്ഞു, ഞാൻ അക്ഷയയിലാണ്, ഞാൻ പെണ്ണുങ്ങൾ അച്ഛനും വാപ്പ പറഞ്ഞു, ഞാൻ പെണ്ണുകൾ പോകുന്നുണ്ട്, എന്നാ പിന്നെ അതൊരു കവറിട്ട് കൊടുത്താൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നതായി. അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ട് ഇവര് രണ്ടാളും അക്ഷയം ഇറങ്ങിയിട്ട്, പക്ഷെ രണ്ടാളുകളെയും ഒരു വാപ്പന്റെ ഓൺലൈനിൽ കയറിയിട്ടുണ്ട്, മറുഭാഗത്തുള്ള പല ഭാര്യന്റെ ഓൺലൈനിൽ കയറിയിട്ടുണ്ട്. ആകെ ബ്ലോക്കായി. ഇതൊരു മാർഗവും ഇത് രണ്ടും വിത്ഡ്രോൾ ചെയ്തിട്ട് വേണം, പിന്നീട് പുതിയ അപേക്ഷയായിട്ട് കൊടുത്തിട്ട് വേണം ഇതൊരു കവറിലാക്കാൻ. കുടുങ്ങി. ഞാനൊന്ന് സ്കൂളിലുണ്ട്, അത് ലാസ്റ്റ് ഡേറ്റാ. എന്ത് ചെയ്യണം എന്നറിയാണ്ട് പരക്കം വയ്യ നമ്മളൊക്കെ. ആകെ ബേജാറിൽ പോകാൻ വിചാരിച്ചതാ, നമുക്കൊരു ബേജാറായി. പോകണം എന്ന് വിചാരിച്ചെടുക്കുന്ന ഒരു പ്രതിസന്ധി വരുന്നത്. 100,000 ഫോണ് ഞാൻ വിളിച്ചു. പലരും പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടി ചെയ്യില്ല, എന്താ ചെയ്യുന്നത് അവർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ ഫോൺ വിളിച്ച് കൂട്ടത്തിൽ രാത്രി 12 മണി വരെയാണ് ആ സമയം അനുവദിച്ചിട്ടുള്ളത്. രാത്രി 8:45 കോഴിക്കോട് കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാസിം എന്നൊരു മനുഷ്യന്റെ നമ്പർ കിട്ടും. അദ്ദേഹത്തെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ 4 ആളും കൂടി കൊടുവള്ളിക്ക് വരും. അങ്ങനെ വേഗം ഓട്ടോറിക്ഷ വിളിച്ച് കൊടുവള്ളിക്ക് ചെന്നു. അവിടെ ചെന്നു ഒരു 4 ലാപ്ടോപ്പ് അങ്ങനെ വെച്ചിട്ടുണ്ട്. 4 ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ട്. ഫാക്സിന്റെ ഒരു സംവിധാനം ഉണ്ട്. അവരിങ്ങനെ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ബേജാറ് പറയുന്നത്, ചെറുമാര് കഴിയുന്നുണ്ട്, മോനെ എന്തോന്ന് നോക്കുന്നു പറയുന്നുണ്ട്. ഒരു ക്ഷമയോട് അതൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെന്നോടനെ എന്നെ പരിചയമുണ്ടോണ്ടാവാം, ഇരിക്കിട്ടോന്ന് പറഞ്ഞു. പെട്ടെന്ന് ആദ്യം കുറച്ച് ഒരു കട്ടച്ചായ കൊണ്ട തന്നു. രാത്രി ഞാൻ സമയം പോയി ഒരു 9:30-10 ആകുമ്പോഴേക്ക് ചെറിയ വേറൊരു വെള്ളം കൊണ്ട തന്നു. അവസാനം ഞങ്ങളോട് സംഭവമൊക്കെ വാങ്ങി 2 കൂടി ചെയ്ത് പെട്ടെന്ന് ഒരു ഫാക്സ് എഴുതി ഒപ്പിടിച്ച് ഫാക്സ് ഡൽഹിയിലേക്ക് ഞാൻ അയച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിലേക്ക് തിരിച്ചൊരു ഫാക്സ് വന്ന് ശരിയാക്കി. ഒരു 10:45 മനസ്സ് വന്നിട്ട് വന്ന അൽഹംദുലില്ലാഹ് പോക്കറ്റ് കയ്യിട്ട് 1000 ചോദിച്ചാൽ കൈയിട്ട ഉടനെ പറഞ്ഞു, കൈയെടുക്കരുത്, നല്ലൊരു സ്ഥലത്തേക്ക് പോകുന്നത് ദ്വാര പറഞ്ഞില്ല, ഞങ്ങളെ കൂടി കൂട്ടിയാണ്. അപ്പൊ ആ രാത്രികൾ ആ ആരോഗ്യക്ക് പഠിച്ചു. നമ്മളെന്താ ഈ സമൂഹത്തിൽ ഒരാളെ സങ്കടം നീക്കാൻ, ഒരാളെ കണ്ണീരൊപ്പാൻ നമ്മളെ കൊണ്ട് ഒരാൾക്കുണ്ടായ ഗുണം എന്താ? നമ്മളെ നിസ്കരിച്ചിട്ടുണ്ട്, നമ്മളെ അരിയത്തില്ല. നോമ്പോറ്റിട്ടുണ്ട്, നമ്മളെ അരിയത്തില്ല. ഞാൻ പറയുന്നത് നോമ്പ് ഉറ നിശ്ചയിച്ചാൽ പോലും ചിലത് തുറക്കാൻ വരും 6:28 29 വാങ്ങി. കാരണം അല്ലെ വത്താൻ കൊടുക്കേണ്ടി സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളിൽ നിന്ന് സഹായിക്കാൻ ഈ കഴിയാത്ത സമയത്ത് പോലും കയറാൻ ചില മനുഷ്യരെ നമ്മളെ കൊണ്ട് ഒരാളെ മനസ്സ് സന്തോഷിച്ച നിമിഷം, മനസ്സ് സന്തോഷിച്ച നിമിഷം
പറയും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് ജീവിക്കാൻ പറഞ്ഞോ, പക്ഷെ ഓൻ ജീവിക്കാൻ പഠിച്ചവനാണ്. ഓൻ ദുനിയാവിൽ ചിലപ്പോൾ 10-60 കൊല്ലം മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ആഹ്റത്തിൽ ഓനെ വർഷം കുഴക്കാറുണ്ട്. ഒരുപാട് കണ്ണീരുണ്ട്. ഇപ്പോഴും പല സ്ഥാപനങ്ങളിലും മെഡിക്കൽ കോളേജുകളിലടക്കം ഒരു കൈ കൂലിയും വാങ്ങാതെ നിസ്വാർത്ഥരായി പണിയെടുക്കുന്നവരുണ്ട്. ഇപ്പോഴും സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ സാധുക്കളെ സഹായിക്കാൻ ഈലാഫ് എന്ന മേഖലയിൽ പല കുടുംബത്തിലേക്കും ഇപ്പോഴും കുന്നുകൾ കയറി ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. മഹാപ്രളയത്തിൽ ഒരു നാടൊന്നാകെ ഒലിച്ചു പോകാൻ തുടങ്ങിയപ്പോ മുണ്ടുമുറുക്കിയെടുത്ത് ചുരം കയറി ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അടുക്കളയിൽ നിന്ന് മയ്യത്തുകൾ വലിച്ചെടുത്ത് ഭംഗിയായി കുളിപ്പിച്ചു കൊടുത്ത ഇപ്പോഴും പോത്തുകല്ലിലെ പള്ളിയും ചുറ്റുഭാഗത്തുള്ളവരോട് ഓർക്കൊക്കെ പഠനം കൊടുത്ത വായും വെള്ളവും സൗകര്യവും സംവിധാനമൊക്കെ പഠനം നമ്മളെന്താ ഇത് തോട്ടിയ 19 സെക്കൻഡ് അരമണിക്കൂർ കിട്ടിയ ആപ്പുണ്ടാകും, വേറൊരു ഗുണവുമില്ല. ആരാ പടച്ചു വിടുന്ന തോന്യാസങ്ങളും വൃത്തികേടുകളും, ശരീരം മറയ്ക്കാതെ ലൈറ്റിന് വേണ്ടി പെണ്ണുങ്ങൾ കാണിച്ചു കൊണ്ടുന്ന തോന്യാസങ്ങളും, പരസ്പരം പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രാങ്ക് ചെയ്യുന്ന വൃത്തികേടുകളും കണ്ട് നമ്മൾ 6:30 വരെ നമ്മളങ്ങനെ നോക്കുകയാണ്. ഇനി തുറന്നാലോ 7:30 വരെ നോക്കും, പിന്നെ ഒന്ന് തിന്നാലോ പിന്നെ രാത്രി 12 വരെ നോക്കും, പിന്നെയോ ചെറിയോ പിന്നെ പിന്നെയും നോക്കും. നമ്മളെ കൊണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. ഞാനൊരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. നാട്ടിൽ പള്ളിക്ക് അവിടെ ഏതാണ്ട് അവസാനിക്ക് 2 മാസങ്ങൾക്ക് മുൻപ് നാട്ടിലൊരു തൊട്ടടുത്ത മഹലിൽ ഒരു മരണം സംഭവിച്ചു. ആ മയ്യത്ത് മരിച്ചത് 8:45. ഞാൻ ഇശാഖ കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് മരിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോ പറഞ്ഞു പിറ്റേന്ന് രാവിലെ മയ്യത്തുകാരം സുബഹിക്ക് ശേഷം മരിച്ചതാണ്. പിറ്റേന്ന് രാവിലെ 1.5 കിലോമീറ്റർ അപ്പുറമുള്ള മഹലിലേക്ക് ഞങ്ങൾ ചെന്നപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഒരാളുണ്ട്. അദ്ദേഹം കാസർഗോഡ് കുമ്പള എന്ന പ്രദേശത്തുള്ള, മംഗലാപുരം കുമ്പള എന്ന പ്രദേശത്തുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ അത്ഭുതത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഇവിടെ? കാരണം ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ അടുത്തുണ്ട്, നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നാണ്. ഇവിടെ നിന്റെ കുടുംബം തന്നെയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇവിടെ എത്തി? എന്നോട് ഞാൻ ഒരു 10 മണി 9:15 മണിക്കാണ് വിവരം അറിയുന്നത് മരിച്ചിട്ടുണ്ട്. 11 മണിക്കാണ് ഇവിടെ കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ പോസ്റ്റ് എക്സ്പ്രസ് അഥവാ തീവണ്ടി. ഞാൻ പെണ്ണുങ്ങൾ വേഗം മൂന്നേകാലിന് കോഴിക്കോട് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഓട്ടോ പിടിച്ചു. നന്മട്ട പള്ളിയിൽ എത്താൻ 4:30 ആവുമ്പോഴേക്ക് നമ്മട്ട പള്ളിയിൽ അന്ന് 5:30 ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര റിസ്ക് എടുത്തൊക്കെ വരാൻ? ഇത് നിങ്ങൾ അത്ര അടുത്ത ബന്ധുവാണോ ആണോ എന്ന് ചോദിച്ചാൽ ബന്ധുവാണ്, പക്ഷെ രക്തബന്ധമല്ല. എന്നോട് ഞാൻ 2022 ഞാൻ പെണ്ണുങ്ങളും ഹജ്ജിന് പോയി. അക്കൂട്ടത്തിൽ അന്ന് ആ ഹജ്ജ് കഴിഞ്ഞ് ജംറയിൽ കല്ലെറിയാൻ നേരാകുമ്പോഴേക്കും ഞാൻ കുഴങ്ങി വീണിട്ട്, ഞങ്ങൾക്കറിയാം, പോയവർക്കറിയാം. ആ ജംറയിൽ ആദ്യത്തെ കല്ലെറിഞ്ഞ് പോയത് എനിക്കറിയാം, പക്ഷെ എനിക്ക് ജീവനില്ല. അത്രയ്ക്ക് ഞാൻ ക്ഷീണിച്ചിട്ട് കല്ലെറിയാൻ പോലും എനിക്ക് കഴിവില്ല. ഞാൻ ആ ജംറയിൽ എടുക്കുന്ന വീണ് പോയി കണ്ടപ്പോ ആരോ അതിനെ താങ്ങി പിടിച്ച് എനിക്ക് ഓർമ്മ. പിന്നെ എന്റെ കൈയോണ്ട് എറിയിച്ച വരെ 3 ദിവസം ഞാൻ ജംറയ്ക്ക് കല്ലെറിയാൻ പോയി. തിരിച്ചു പോരുന്ന 13 ദിവസം ഒരു മക്കളെ നോക്കുന്ന മാതിരി ഒറ്റ. അവസാനം കരിപ്പൂരി വിമാനത്താവളത്തിൽ ഇറങ്ങി എന്നെ കൊണ്ടുപോകാൻ വന്ന കുടുംബക്കാരെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്നോട് സലാം പറഞ്ഞു പോയ മനുഷ്യനാ മനുഷ്യൻ. ഓന്റെ മയ്യത്ത് തിരിക്കാൻ ഞാൻ വന്നിട്ട് പിന്നെ ഞാൻ മനുഷ്യനാണ്. അങ്ങനെ കിട്ടുന്ന പ്രാർത്ഥനക്കാ പഠിച്ചോണ്ടിരുന്നതിനാ. അല്ലാണ്ട് നിവൃത്തിയോട് വരുന്ന കുടുംബക്കാരുടെ മയ്യത്ത് സ്കരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലേ മയ്യത്ത് സ്കരിക്കാൻ പോയി ഓണം രണ്ടതാ ചെയ്യാം. ആരപ്പം മരിച്ചു? പെണ്ണുങ്ങളുടെ അമ്മന്റെ മോനാണ്. പോയിന്റെ പെടുങ്ങാറ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു പോയി വേഗം പോരാ. അങ്ങനത്തെ ഒരു വന്ന് നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. എങ്ങനെങ്കിലും ഒന്ന് 4 കല്ലുകൾ കെട്ടി തരാൻ പറ്റുന്ന ഓനോന്റെ വണ്ടിയെടുത്ത് ഉപയോഗിക്കും. ഇനി കയ്യത്തും പറവാടാം കറപ്പുറത്തേക്ക് വരുന്നവരും അങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ കാണുന്നുണ്ട്, ചിലര് 3 പിടി മണ്ണൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓനെങ്ങനെ സത്യത്ത് പോയി കയ്യിൽ പോകാന്നുള്ള വേജാണ്. മനസ്സ് തുറന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ മയ്യത്തിന് ഇവർ വന്നിട്ടില്ലെങ്കിലും നമ്മൾ മരിച്ചു കേൾക്കുമ്പോൾ മനസ്സുകൊണ്ട് പറയണം, നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു, ഞാൻ അവരൊന്ന് നന്നാക്കി കൊടുക്കണേ വന്നാൽ നിവൃത്തിയിൽ കൊണ്ട് പള്ളി നിറച്ചു വരുന്ന ആളുകളെക്കാൾ ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥന മതി. അതുകൊണ്ടാണ് വാഹിബലി നാസി ഇതാണ് 6ാമത്തെ സ്വഭാവം. സോറി 5ാമത്തെ സ്വഭാവം. ഇത് കൂടി പറഞ്ഞ അവസാനിക്കും.
നിങ്ങൾ ഫുള്ള് ഹാപ്പിനെസ് ഈ ദുനിയാവിൽ വെറും ചിരിക്കാനും സന്തോഷിക്കാനുള്ള വകുപ്പ് മാത്രം അങ്ങനെ തേടിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ പോലും നിങ്ങളെ മനസ്സങ്ങ് മരിച്ചു. ചെറിയൊരു സങ്കടം വന്നാൽ മതി, അപ്പോഴേക്ക് ഡെസ്പായി, മെന്റൽ ഡിപ്രഷനായി, ടെൻഷൻ അടിച്ച്, വലിച്ചാലേ പോകും, കുടിച്ചാലേ പോകും, എന്തോ എന്നുള്ള തോന്നൽ. ചെറിയ സങ്കടം പോലും സഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹാപ്പിനെസ് മാത്രം നേടും. ഞാൻ പറയുന്നത്, ഞാൻ SSLC ചെയ്തത് 1999. ആ കൊല്ലാണ് ലാസ്റ്റ് ആയിട്ട് പിന്നെയൊക്കെയാണ് പ്ലസ് ചാടുന്നത്. ആ കൊല്ലം SSLC ചെയ്യുന്ന സമയത്ത് എനിക്ക് പുസ്തകമുണ്ടാവും. അന്നെങ്ങനെയാന്ന് വെച്ചാൽ 10 മാർക്ക് കിട്ടണം എല്ലാ വിഷയത്തിലും. എന്നാൽ എല്ലാം കൂടി 210 കിട്ടണം. പലർക്കും അറിയും. ഞാനൊക്കെ അന്ന് പഠിത്തനോട് പഠിത്തനെ 211 ഒരു കിബറുമില്ല, അഹങ്കാരവും. എനിക്ക് അധികം വേണ്ട, എങ്ങനെയെങ്കിലും നിങ്ങൾ ജയിപ്പിച്ച് ഇനി 211 ആക്കിയിട്ടുണ്ട്. ഇന്നോ 10 A+ ലക്ഷ്യം. 3 ട്യൂഷന് പോകുന്നുണ്ട്, സൈലത്ത് പോകുന്നുണ്ട്, റേസ് പോകുന്നുണ്ട്, പിന്നെ ഓൺലൈൻ. അവസാനം റിസൾട്ട് അറിഞ്ഞു നോക്കുമ്പോൾ 9 Aയും A+ 2 A, അല്ലെ 8 A+ 2 A. മൂന്നാം ദിവസം ഈ ഞരമ്പ് ഒരു ചെറിയ സങ്കടം പോലും സഹിക്കാൻ മനുഷ്യന്മാർക്ക് പറ്റുന്നില്ല. ഞാൻ പറയാറുണ്ട്, ഓരോരുത്തരും ഇപ്പൊ ചക്രശ്വാസം വയ്ക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്പീച്ചിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ പോയി. ഒരു സാധു മനുഷ്യനെ നല്ല ഉഷാറിന് വന്നിട്ട് എന്നോട് എനിക്ക് ചെറിയ സുഖേട് കണ്ടിട്ടൊന്നുമില്ല. എന്നോട് എനിക്ക് മലപ്പുറമില്ല, ക്യാൻസറായി, വേറൊരു കവർ ഞാൻ എടുത്തതാണ്. ആ കവറിന് ഒരു തവണ ഉപയോഗിക്കാൻ 6000 ഈ പ്രശ്നമില്ല, പോകുന്നില്ല, എന്റെ പഠിത്തം തന്നിട്ടുള്ളൂ എന്നുള്ളത് സമാധാനത്തിലായി. ഞാൻ പോയി നോക്കുമ്പോ എന്നെക്കാളും വലിയ സങ്കടത്തില്ല. ദിവസം 6 ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, എനിക്ക് ദിവസം 1 വരുന്നുള്ളൂ. ഞാൻ ആലോചിച്ചു ഒന്നും നടന്നാൽ മതി, ഒന്നും ചേർക്കാൻ. ജലദോഷത്തിന് മൂക്കടഞ്ഞിട്ട് സ്മെല്ല് കിട്ടിയില്ലെങ്കിൽ, സ്ഥിരമല്ലിന്റെ സ്മെല്ല് കൊണ്ട് വന്നില്ലെങ്കിൽ പെണ്ണുങ്ങളോട് ചീത്തയാണ്, മക്കളോട് ചീത്തയാണ്, ഭ്രാന്താണ്. നമ്മൾ വിചാരിക്കുന്നു അള്ളാഹു ഈ ദുനിയാവിനെ പറ്റി പറഞ്ഞ എന്റെ നാർമലാണ് പരീക്ഷണങ്ങളുടെ ആലയമാണ്. എല്ലോ പരീക്ഷണം. നിങ്ങൾ വിചാരിക്കേണ്ട സുഖേടാൻ പരീക്ഷക്കാരല്ല. ഒരു സുഖമില്ലാത്ത നിങ്ങളെ ആരോഗ്യം പ്രവർത്തിക്കേണ്ട പരീക്ഷ. കടം കൊണ്ട് വലഞ്ഞ് നടക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കടമില്ലാണ്ട് പഠിച്ചവങ്ങളെ ഫുഡ് ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പരീക്ഷ. വാടക കൊടുത്തും മുടിച്ചിട്ട് ഒരു വീടില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. എന്നാൽ വാടക ഒന്നും കൊടുക്കാണ്ട് നല്ല റാഹത്തിൽ അവനാന്റെ തടത്തിന്റെ വീട്ടിന്റെ താഴെ കടന്നു പരീക്ഷ. ഒരു ജോലിയില്ലാണ്ട് എന്തെങ്കിലും ഒരു പണി കിട്ടിയില്ലെങ്കിൽ കുടുംബം പോറ്റാന്ന് സ്വപ്നം കാണുന്നു. എന്നാൽ നല്ലൊരു AC ഉള്ളിൽ ഇരുന്നിട്ടും അല്ലാണ്ട് നല്ല ലാഭത്തിന് മാസത്തിന് ശമ്പളം വാങ്ങുന്നവരും ഓനാണ് പരീക്ഷ. നിങ്ങൾ വിചാരിക്കേണ്ട പഠിത്തവന്റെ പരീക്ഷണം ഇത് കൊടുക്കാത്ത സുഖേടുകാരനും ദാരിദ്ര്യമാണ് കടന്നവന് മാത്രമല്ല പരീക്ഷ. ആരോഗ്യം ഉറപ്പ് പറഞ്ഞിട്ടുള്ള പരീക്ഷണമാണ്. കൂടുതൽ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ദുനിയാവിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം വേണ്ടത് അള്ളാന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. അള്ളാന്റെ അടുത്ത് നമുക്ക് സമാധാനം കിട്ടുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ഇപ്പം മരിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മളിപ്പോ നമുക്ക് പെറ്റെടുത്താലേ നമ്മളെ കുടുംബം എന്റെ മക്കളെയാണ്. എന്റെ മക്കളെ എത്തി മക്കളാന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ എന്റെ സമ്പത്ത്, എന്റെ ചുറ്റുപാട്, എന്റെ ഭാര്യ, എന്റെ കുടുംബം ഒക്കെ നമ്മൾ. പക്ഷെ ഞാൻ ഇപ്പം മരിച്ചു വീണാൽ സെക്കൻഡ് വ്യത്യാസത്തിൽ ഞാൻ ഇല്ലാണ്ട് തന്നെ ഈ ദുനിയാവ് ജീവിതത്തിൽ. ദുനിയാവ് അങ്ങനെ സമയം പിന്നെ ഒരു 3 ദിവസം കുടുംബക്കാരിന്റെ പുരയിലുണ്ടാവും. 3-ാം ദിവസം ഒരു വാച്ചിലൊക്കെ നോക്കിയിട്ട് പറയും പെണ്ണുങ്ങളോട്, ഞാനും എത്രാന്ന് വെച്ചാൽ അവിടെ നിൽക്കുക, ഞാനും മദ്രസയ്ക്ക് ഒഴിവാക്കിയതാ, മക്കൾക്ക് സ്കൂളും ഉണ്ട്, ഞാൻ സ്കൂൾ കേട്ടോ. ഒരു 2-3 മാസം എന്റെ മക്കൾ ഓഫാക്കിയിട്ട് സ്വിച്ച് ഓഫ്. ഒരു 3 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു കേബിൾ വലിക്കും, TV ഓണാക്കും, ഫോൺ പോലും കളിക്കും. പിന്നെ ഓരോ നമ്മളില്ലാണ്ട് തന്നെ പൂർണ്ണ കവറിന് ഞാനുള്ള അതുകൊണ്ടാണ് പണ്ട് എന്നോട് മുസാഹിബ് പാടിയത് കെട്ടുകൾ കെട്ടി റൂഹിന് പറയാനാകുമോ നസറായിലെത്തുമ്പോൾ ഞാൻ വരില്ലെന്നും മരണം എനിക്ക് വേണ്ടത്. പടത്തിന് പറയാനാകുമോ പടച്ചുകൊണ്ട് വിധി വന്നാൽ ഓരാൻ. അത്ര ചെറിയൊരു ജീവിതം വെച്ചിട്ടായി കളിയിരിക്കുന്നത്. അത്ര ചെറിയൊരു ജീവിതം വെച്ചിട്ടായി കുതിര കളി.
ആരൊക്കെ കരയുന്നു നമുക്കറിയില്ല, ആരൊക്കെ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നു നമുക്കറിയില്ല, ആരൊക്കെയാണ് ഇന്ത്യകളിൽ വിളിച്ച് മണ്ണിലേക്ക് ഇറക്കി വിടുന്നതെന്നും അറിയില്ല, ആരൊക്കെയാണ് മുതുകിടി മണ്ണിന്റെയും നേരിടുന്നതെന്നും അറിയില്ല. പക്ഷേ കിടക്കുന്ന പടച്ചവന്റെ മണ്ണിനടിയിൽ മനസ്സമാധാനത്തോടെ കിടക്കണേ. ഈ ജീവിതം അള്ളാഹു ജീവിക്കണം. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ആദ്യം അമ്മ പറഞ്ഞു, ആദ്യമേ ഇനി ഇന്ന സ്നേഹിച്ച് ഇനി ജീവിച്ചാൽ ഞാൻ സ്വർഗത്തിൽ കൊണ്ട് ജീവിക്കുകയും. അങ്ങനെ ആദ്യനബിക്ക് ശേഷം വന്ന പ്രവാചകന് ശേഷം വന്ന അള്ളാന്റെ സ്വർഗത്തിൽ കയറാൻ വേണ്ടി ഒരുങ്ങാമെന്നവർ മാത്രമേ ഞാൻ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വന്നവരല്ല, സമ്പത്തെല്ലാം വന്നവരല്ല, അസൂയയിൽ കുശുമ്പം കാണിക്കാൻ വന്നവരല്ല, ദുനിയാവിന്റെ പവറിലും പത്രാസിലും മയങ്ങി ജീവിക്കാൻ വന്നവരല്ല. അള്ളാന്റെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരകത്താവളമായിട്ട് പഠിച്ചം പറഞ്ഞയച്ച ലോകത്തിൽ ജീവിക്കുന്നവർ. ആ തിരിച്ചറിവോടെ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ പാപങ്ങളും പുറത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ടവർ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തരും തൗഫീഖ് നൽകണം. കുടുംബത്തെ നിന്റെ സ്വർഗ്ഗത്തിൽ എത്തിക്കാൻ പറ്റുന്ന നല്ല കുടുംബ ദാമ്പത്യ ജീവിതം നയിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും നീ തൗഫീഖ് നൽകണം. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انصر لغزة. റബ്ബേ, ലോകത്തിന്റെ നാനാഭാഗം പ്രവാസ ലോകമടക്കം ആശങ്കയിലാണ്. എല്ലാ പ്രയാസങ്ങളും നീക്കി സമാധാനത്തിന്റെ പുലരിയിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെയും പ്രവാസികളെയും വേദനിക്കുന്ന നാടുകൾക്കും ആത്യന്തികമായ സന്തോഷം നൽകണമേ. റബ്ബേ, ഈ ദുനിയാവെന്ന് മരിച്ചു പോകുമ്പോൾ നിന്റെ തൃപ്തി ലഭിച്ച് നിന്റെ ഏറ്റവും നല്ല അതിഥിയായി കബറിലേക്ക് എത്താൻ മഗ്ഫിറത്തും മർഹമത്തും നീ നൽകുന്ന നല്ല മാന്യന്മാരായ മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ഒരുപാട് ആളുകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 16 കൊല്ലം മുൻപാണ് ഞാൻ കോഴിക്കോട് വരുന്നത്. ഒരു കുത്തുവക്ക് പകരക്കാരനായിട്ട് വരികയാണ്. അന്ന് മുതൽ കണ്ട ഒരുപാട് മുഖത്തിന്റെ കൺമുന്നിലില്ല. കഴിഞ്ഞ റമദാനിലൊക്കെ അവിടെ വരുമ്പോഴും ഇടക്കിടക്ക് വിളിച്ചിട്ട് പല സന്തോഷ വർത്താനങ്ങളൊക്കെ പറഞ്ഞിരുന്ന അഷ്റഫ് സാഹിബ് അടക്കം അല്ലാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോയത്. പടച്ചവൻ എല്ലാ മഗ്ഫിറത്തും മർഹമത്തും നൽകി മരണപ്പെട്ടുപോയ നമ്മുടെ വാപ്പമാർ, ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, പ്രിയപ്പെട്ട നേതാക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരുടെയും ഖബർ അല്ലാഹു ഭംഗിയായ സ്വർഗ്ഗ കവാടം കൊണ്ട് സന്തോഷിപ്പിക്കുകയും നാളെ റബ്ബിന്റെ മഹ്ശറയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊപ്പം ഇതിനേക്കാൾ മനോഹരമായി ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി. വസല്ലല്ലാഹു അലാ നബിയിന. അവസാനം ഒരു കാര്യം കൂടി എല്ലാ കൊല്ലവും പറയുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയൊരു യതീംഖാനയാണ് തിരുവനന്തപുരം യതീംഖാന. 98 മക്കളും 10-28ഓളം അന്തേവാസികളും അവിടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് റമദാനിലെ കണക്ഷൻ കൊണ്ടാണ്. ഞാൻ അതിന്റെ റിസീവറൊന്നും കേട്ടോ, പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് ഞാൻ പോകുന്ന എല്ലാ സദസ്സിലും കുട്ടികളെ പറ്റി പറയും. എന്നെ കിട്ടിയാൽ ഞാനത് അവരെ കുറിച്ചു. ഇന്ന് ഈ പള്ളിയിൽ ഇപ്പം നടക്കുന്നത് തിരുവനന്തപുരം യതീംഖാനയിലാണ്. നിങ്ങൾക്ക് പറ്റുന്നവർക്ക് സഹായിക്കാം. പിന്നീട് സഹായിക്കാനുള്ള